ഹേ ഗായ്സ്, അപ്പോൾ ലേറ്റ് ആയെങ്കിൽ എന്തായാലും ക്ഷമിച്ചേക്കാം. ഓണത്തിൻ്റെ തിരക്കും അതേപോലെ തന്നെ കുറച്ച് ട്രിപ്പ് പോക്കും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി മുതൽ ചാനലിൽ റെഗുലറായിട്ട് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഒരു വേറെ ലെവൽ മൂവി തന്നെയാണ്. തുടക്കം തന്നെ ഒരു 1.5 മൂവി ആയിക്കോട്ടെ. വേറെ ഒന്നുമല്ല, 2025 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവി ആയിട്ടുള്ള വെപ്പൺസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികമായിട്ടും വേറെ ഒന്നും പറഞ്ഞു സമയം കളയുന്നില്ല. അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കം 2023 കഥ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ കുട്ടി തൻ്റെ നാട്ടിൽ നടന്ന ഒരു യഥാർത്ഥ കഥയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥ തന്നെ തുടങ്ങുന്നത്. ഇതൊരു യഥാർത്ഥ കഥയാണ്. എൻ്റെ പട്ടണത്തിലെ 2 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് നടന്നത്. ഈ കഥയിൽ ഒരുപാട് ആളുകൾ വിചിത്രമായിട്ടുള്ള രീതിയിൽ മരണപ്പെടുന്നു. അതിന് കാരണം ഈ പട്ടണത്തിലെ പോലീസുകാർക്കോ സാധാരണ ആളുകൾക്കോ ആർക്കും ഈ കാര്യം പരിഹരിക്കാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ നാട്ടിൽ ആരോട് നിങ്ങൾ ചോദിച്ചാലും ഇതേ കാര്യം തന്നെ പറയും. ആ കാര്യം തന്നെയാണ് ഞാനും നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥ തുടങ്ങുന്നത് എൻ്റെ സ്കൂളിൽ നിന്നാണ്. മേബ്രിക് എലമെന്ററി കിൻഡർ ഗാർട്ടൻ 5ാം ക്ലാസ്. അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം, എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് അന്ന് സ്കൂൾ ഉണ്ടായിരുന്നത്. അവിടെ സ്കൂളിലെ 5ാം ക്ലാസ്സിലേക്ക് ഒരു പുതിയ ടീച്ചർ കൂടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ജസ്റ്റിൻ ഗാൻഡി. അങ്ങനെ ആ ദിവസം എല്ലാ ദിവസത്തെയും പോലെ തന്നെ അവൾ ക്ലാസ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം വ്യത്യസ്തമായിരുന്നു. കാരണം ക്ലാസ്സിനുള്ളിലെ അവളുടെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാ ക്ലാസ് മുറികളിലും അവരുടേതായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു, അവളുടെ ക്ലാസ് ഒഴിച്ച്. പക്ഷെ തികച്ചും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരേ ഒരു കുട്ടി മാത്രം ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അവന്റെ പേര് അലക്സ് ലില്ലി. അവൻ മാത്രമാണ് അന്നത്തെ ദിവസം ക്ലാസ്സിൽ വന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? കാരണം തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നത് അവൻ മാത്രമായിരുന്നു. കാരണം തലേ ദിവസം രാത്രി പുലർച്ചെ 2:17 അലക്സ് ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും അവരുടെ വീടുകളിൽ നിന്നും കണ്ണു തുറന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവരെല്ലാവരും മുറിയിൽ നിന്ന് താഴേക്ക് വന്നു. വീടിന്റെ മുൻവശത്തേക്ക് വന്ന് വാതിൽ തുറന്ന് മുൻവശത്തെ മുറ്റത്തുകൂടി എല്ലാവരും ഇരുട്ടിലേക്ക് നടന്നുപോയി. പക്ഷെ ഒരിക്കലും അവർ തിരിച്ചു വന്നില്ല. ഇവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. വീട്ടിൽ നിന്നിറങ്ങി ഓടിയ കുട്ടികളെല്ലാം പ്രത്യേക രീതിയിൽ കൈ ചലിപ്പിച്ച് വീടിന്റെ മുന്നിലേക്ക് ഓടാൻ തുടങ്ങി. അവർ ഇരുട്ടിനുള്ളിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നാർക്കും ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ഒരു ക്ലാസ്സിലെ 17 കുട്ടികളും ഒറ്റ രാത്രി കൊണ്ടാണ് കാണാതായത്. അടുത്ത ദിവസം എല്ലാ മാതാപിതാക്കൾക്കും എന്ത് സംഭവിക്കുമെന്നറിയാതെ പരിഭ്രാന്തിയിലായിട്ട് അവരെ പോലീസിനെ വിളിക്കാൻ തുടങ്ങി. പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ കുട്ടികളെല്ലാം വെളിയിലേക്ക് പോയ കാര്യം മാത്രം അവർ കണ്ടു. കാരണം എല്ലാ വീടിന്റെ മുൻവശങ്ങളിലും ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയിലൂടെ അവർ വെളിയിലേക്ക് പോകുന്ന കാര്യം പോലീസുകാർ കണ്ടു. പക്ഷെ ഇരുട്ടിലേക്ക് കയറി അവര് എവിടേക്കാണ് പോയത് എന്ന് മാത്രം ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ ക്ലാസ്സിലെ അവശേഷിച്ച ഒരേ ഒരു കുട്ടി അലക്സ് മാത്രമായതുകൊണ്ട് അവനോട് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ അവനൊന്നും അറിയില്ല എന്നാണ് അവൻ അവരോട് പറഞ്ഞത്. അലക്സിനോട് അവർ ചോദിച്ച മറ്റൊരു ചോദ്യം, ഇതുപോലെ നിന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനെ വെളിയിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു? അപ്പോൾ അലക്സ് പറഞ്ഞത്, ഇല്ല, എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് താൻ കേട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കഴിഞ്ഞ് ആ ക്ലാസ് ടീച്ചറായിട്ടുള്ള ജസ്റ്റിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അവളിൽ നിന്നും ഒരു കാര്യവും മനസ്സിലാക്കാനായിട്ട് പോലീസുകാരെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം 1 മാസത്തോളം സ്കൂൾ പൂട്ടിയിട്ടു. കാരണം കാണാതായിട്ടുള്ള ആ ഒരു കുട്ടികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 1 മാസത്തോളം സ്കൂൾ പ്രവർത്തിച്ചില്ല. അങ്ങനെ ഈ 1 മാസം കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തുറക്കാൻ പോവാണ്. പക്ഷെ ഇത്തവണ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പേരൻസിനെ കൂട്ടി അവരോടെല്ലാവരോടും സംസാരിക്കാനായിട്ട് സ്കൂൾ തീരുമാനിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അങ്ങനെ എല്ലാ പേരൻസിന്റെയും മുന്നിൽ നിന്നിട്ട് പ്രിൻസിപ്പൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അത്രയും വിഷമുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേരൻസിന്റെയും അതേപോലെ തന്നെ ടീച്ചർമാര് ഇവരെല്ലാവരും മുന്നിലിരിപ്പുണ്ട്. അവരുടെ കൂടുതൽ തന്നെ ജസ്റ്റിനും ഈ കാര്യങ്ങളെല്ലാം കേട്ടിരിക്കുകയാണ്. അവൾക്ക് കൂടുതൽ വിഷമമുണ്ടാവും. കാരണം അവളുടെ ക്ലാസ്സിലെ കുട്ടികളാണല്ലോ കാണാതായത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു പേരൻസിൽ ഒരാൾ എഴുന്നേറ്റ് ഇവരോട് ദേഷ്യപ്പെട്ട്, മാത്യു എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യന്റെ അച്ഛനാണത്. ഇപ്പൊ ഈ പ്രിൻസിപ്പലിനോട് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവും, അതെല്ലാം ഇപ്പോൾ ഉപേക്ഷിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാനായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. ഒരു ക്ലാസ്സിലെ 1-2 കുട്ടികളല്ല കാണാതായത്, 17 കുട്ടികളെയാണ് കാണാതായത്. അതും ഒരൊറ്റ ക്ലാസ് റൂമിൽ മാത്രം, അവളുടെ ക്ലാസ് റൂമിൽ. എന്തുകൊണ്ട് അവളുടെ മാത്രം ക്ലാസ് റൂമിൽ അത് സംഭവിച്ചത്? ഈ കാര്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ള പേരൻസും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പൾ ഇവരെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ രക്ഷിതാവ് എഴുന്നേറ്റിട്ട് പറയുന്നത്, ജസ്റ്റിൻ ഗാൻഡിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് ആ ഒരു മറുപടി കിട്ടണം, അവൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നെല്ലാം ജസ്റ്റിനെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ അടുത്തതായിട്ട് സ്റ്റേജിൽ സംസാരിക്കാണ്ട് ജസ്റ്റിൻ കയറും. എന്നിട്ട് അവൾക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൾ അവരോട് പറയും, എനിക്ക് നല്ല വിഷമമുണ്ട്, ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അതൊന്നും ആവത്തില്ല എന്ന് എനിക്കറിയാം. സത്യം ഇതാണ്, എനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. സംഭവിച്ചതിനുള്ള ആ ഒരു ഉത്തരം അത് ഞാനും അന്വേഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരൻസിലെ നേരത്തെ എഴുന്നേറ്റ് സംസാരിച്ചല്ലോ
അയാൾ പിന്നെയും പറയും, നീ കള്ളമാണ് പറയുന്നത്, നീ ഒരു കള്ളിയാണ്. അങ്ങനെ ഇത് കേട്ട ബാക്കി എല്ലാ പേരൻസും നല്ലതുപോലെ ദേഷ്യപ്പെടുമ്പോൾ പ്രിൻസിപ്പൾ ആയിട്ടുള്ള മാർക്കസ് വന്ന് അവരെല്ലാവരെയും സമാധാനപ്പെടുത്തി നമ്മുടെ ജസ്റ്റിനെ നേരെ വെളിയിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ജസ്റ്റിനെ നേരെ കാറിനടുത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു രക്ഷിതാക്കളോട് പറയും, നിങ്ങളെല്ലാവരും സമാധാനമായിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങ്, നാളെ എന്തായാലും ശരിയാവുമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ജസ്റ്റിൻ അവിടെ നിന്ന് കാർ എടുത്ത് നേരെ പോകുന്നത് ഒരു ലിക്കർ ഷോപ്പിലേക്കാണ്. അങ്ങനെ ജസ്റ്റിൻ ആ ഷോപ്പിന്റെ വെളിയിൽ വണ്ടി കൊണ്ട് നിർത്തി അവൾ അകത്തേക്ക് നടന്നിങ്ങനെ പോകുമ്പോൾ അതിന് വെളിയിൽ കുറെ പയ്യന്മാർ നിൽപ്പുണ്ട്. അതിൽ മുടി വളർത്തിയ ഒരു പയ്യൻ പെട്ടെന്ന് വന്നിട്ട്, മിസ്സസ് ജസ്റ്റിൻ, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവോ? എനിക്ക് ബസ് ടിക്കറ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ജസ്റ്റിൻ പറയും, ഏയ് എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കാരണം ഇത്രയും ടെൻഷനിലിരിക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്തായാലും കുടിക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ആ ടെൻഷനെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ഒരു ഷോപ്പിനകത്തേക്ക് വന്നത്. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഒരു മദ്യ കുപ്പിയോ എടുത്ത് അവൾ അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവളുടെ ഫോണിൽ ആരോ വിളിക്കുന്നു. പക്ഷെ ഇതിൽ പേരോ നമ്പരോ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഇത് അടുത്ത് നിന്ന് ആരെങ്കിലും വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി ഹലോ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്തോ ഒരു കാര്യം പറയാനായിട്ട് വരുന്നത്. പെട്ടെന്ന് ജസ്റ്റിൻ ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവള് ഈ ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ ആ ഒരു പണം ചോദിച്ച പയ്യനുണ്ടല്ലോ, അവൻ പിന്നെയും വന്ന് പണം ചോദിക്കുമ്പോൾ അവിടെ ഇല്ലാന്ന് പറഞ്ഞ് വെളിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കാർ എടുത്ത ജസ്റ്റിൻ അത് കഴിഞ്ഞ് നേരെ വരുന്നത് തന്റെ വീട്ടിലേക്കാണ്. വീടിന് മുന്നിൽ വണ്ടി നിർത്തി കുറേ നേരം ആ ഗ്ലാസ്സിലൂടെ പുറകിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ആ വഴിയെ നടന്നു വരുന്നതും ഇത് കാണുമ്പോഴാണ് ജസ്റ്റിൻ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തന്റെ വീടിനകത്തേക്ക് പോകുന്നത്. അങ്ങനെ വീടിനകത്തേക്ക് കയറി ജസ്റ്റിൻ ആ ജനാല വഴി പുറത്തേക്ക് നോക്കുന്നതും രണ്ടുപേരും നടന്നു പോയല്ലോ, അവരതിലേ തന്നെ നടന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞാണ് അവൾ കുറച്ച് സമാധാനമായിട്ട് ഇപ്പൊ അവൾ കൊണ്ടുവന്ന ആ ഒരു മദ്യം അതൊഴിച്ച് കുടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് വീടിന് വെളിയിൽ ആ ബെല്ലടിക്കുന്നു. ഈ ശബ്ദം കേട്ട് ജസ്റ്റിൻ പതിയെ ആ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ട് ഹലോ ആരെങ്കിലും അവിടെ ഉണ്ടോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മറുപടിയൊന്നുമില്ല. ഇത് കാരണം അവൾക്ക് ചെറിയ പേടിയുണ്ട്. കാരണം സ്കൂളിലെ ആ ഒരു സംഭവത്തിന് ശേഷം ഏതെങ്കിലും പേരൻസ് തന്നെ ഉപദ്രവിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വഴക്ക് പറയാനോ വരുന്നതായിരിക്കാം എന്നുള്ള പേടി എപ്പോഴും ജസ്റ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പതിയെ ഡോറിനടുത്തേക്ക് വന്ന് ആ ഹോൾ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ വെളിയിൽ ആരും കാണുന്നില്ല. എന്നിട്ട് ജനാലയുടെ അടുത്തേക്ക് വന്ന് അവിടെയും നോക്കുന്നുണ്ട്, പക്ഷെ വേറെ ആരെയും കാണുന്നില്ല. അങ്ങനെ അവൾ തിരിച്ചു നടന്നു വരുന്നതും പെട്ടെന്ന് ഡോറിൽ ആരും ഇടിക്കുന്നൊരു ശബ്ദം അവളങ്ങ് പേടിച്ചു പോകും. ഇത്തവണ ജസ്റ്റിന് നല്ല ദേഷ്യം വന്നിട്ട് ഈ ഷോക്ക് കൊടുക്കുന്നൊരു മെഷീൻ ഉണ്ട്, അതും എടുത്ത് ഡോർ തുറന്ന് വീട്ടിലേക്ക് വന്ന് ആരാ ഇത് ചെയ്യുന്നേ എന്ന് ചോദിച്ച് അവൾ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യം വേറെ ഒന്നുമല്ല, അവളുടെ കാറിലെ വിച്ചെന്ന് പറഞ്ഞിട്ടൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കളുണ്ടല്ലോ അവരിൽ ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യം കാരണം ചെയ്തു വെച്ചതായിരിക്കാം. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു പെയിന്റ് ഇളക്കി കളയാനായിട്ട് അവൾ നോക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും കഴിയുന്നില്ല. അങ്ങനെ അതോടെ തന്നെ അവൾ നേരെ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ സ്കൂളിലേക്ക് ചെന്നതിന് ശേഷം ജസ്റ്റിനെ മാർക്കസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പൾ ഉണ്ടല്ലോ അയാൾ വിളിച്ചിരുത്തിയിട്ട് അവളോടൊരു കാര്യം പറയാണ്, കുറച്ച് നാളത്തേക്ക് നീ ഒരു ടീച്ചർ ജോലി അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ, ഇന്നലെ ആ ഒരു മാതാപിതാക്കൾ നല്ലതുപോലെ ബഹളം വെച്ചു, ഇവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ജസ്റ്റിനോട് കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കാനും അതേപോലെ തന്നെ ഒക്കുമെങ്കിൽ ഈ ഒരു സ്ഥലം വിട്ട് കുറച്ച് അകലെ മാറി നിൽക്കാനും അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് അലക്സിനോടൊന്ന് സംസാരിക്കണം, അതിന് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മാർക്കസ് പറയും, സോറി അലക്സിനോട് നമുക്ക് എന്തായാലും സംസാരിക്കാൻ കഴിയത്തില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അവന്റെ വീട്ടിലെ അവന്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോലീസുകാർ അകത്തേക്ക് ചെന്നതും ആ വീടിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് അവർ പറഞ്ഞു. അതും കൂടാതെ മാർക്കസ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ജസ്റ്റിൻ ചില കുട്ടികളായിട്ട് മാത്രം അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് മറികടക്കാണ് എന്ന് പറയുമ്പോൾ ജസ്റ്റിൻ പറയും, അത് അവർക്ക് ബസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കൊണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ പക്ഷെ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ എന്തായാലും അലക്സ് ലില്ലിയോട് നിനക്ക് സംസാരിക്കാണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിനോട് പുറത്തേക്ക് പോകാൻ പറയുമ്പോൾ അവളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ആ സ്കൂളിലെ മറ്റു കുട്ടികളെല്ലാം ജസ്റ്റിനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നല്ല വിഷമത്തോടെ തന്നെ ജസ്റ്റിൻ തന്റെ കാറിനകത്തേക്ക് വന്നിരുന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അലക്സ് ലില്ലി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ സ്കൂളിൽ നിന്നും വെളിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റിൻ നേരെ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് തന്റെ കാറിലെ ഈ വിച്ചെന്ന് പറഞ്ഞൊരു വാക്ക് എഴുതി വെച്ചല്ലോ അതിനെതിരായിട്ടുള്ള ആ ഒരു പരാതി കൊടുക്കുകയാണ്. അങ്ങനെ ആ പോലീസുകാരൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് പോളെന്ന് പറഞ്ഞ് മറ്റൊരു പോലീസുകാരൻ നടന്നു പോകുന്നു. അവന് ജസ്റ്റിൻ കൈ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്ന് രാത്രി ജസ്റ്റിൻ ഒരു ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോഴാണ് അതിനകത്തേക്ക് നേരത്തെ കണ്ട പോളെന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ കയറി വരുന്നത്. ഈ പോലീസുകാരൻ ജസ്റ്റിന്റെ പഴയ കാമുകനാണ്. പക്ഷെ അവനിപ്പോൾ വേറെ കല്യാണം കഴിച്ചു. അങ്ങനെ പോൾ അവിടേക്ക് വന്ന് അവളുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ ജസ്റ്റിൻ അവനോട് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ എല്ലാവരും എന്നെ കാണുന്നത് ഒരു മന്ത്രവാദിനിയായിട്ടാണ്, അതുകൊണ്ടാണ് എൻ്റെ കാറിൽ അതുപോലെ വിച്ചെന്ന് തന്നെ എഴുതിയിട്ടുള്ളത്. ഏയ് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല, വിശ്വാസമില്ലെങ്കിൽ നീ എൻ്റെ കാറിലേക്ക് പോയി നോക്ക്. അങ്ങനെ ഒരുപാട് നേരം അവനുമായിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ച് അത് കഴിഞ്ഞ് ജസ്റ്റിൻ അവനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് അന്ന് രാത്രി മുഴുവനായിട്ടും പോള് ജസ്റ്റിനോടൊപ്പം അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ ലേറ്റായിട്ട് കണ്ണു തുറക്കുമ്പോൾ അയ്യോ സമയം താമസിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോവാണ്.
അങ്ങനെ അത് കഴിഞ്ഞ് പോളിനെ ജസ്റ്റിൻ അവന്റെ സ്ഥലത്തേക്ക് കൊണ്ടാക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. കാറിൽ പോകുമ്പോൾ ജസ്റ്റിൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ 17 കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത്. അവരെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ചുമതല എനിക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് ഞാനും അതിൽ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ പോള് പറയും, ഞാൻ സാധാരണ ഒരു പോലീസുകാരനാണ്, ഒരു ഡിറ്റക്റ്റീവ് അല്ല. അതും കൂടാതെ നീ ഈ ഒരു കേസിന്റെ പുറകെ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല. അതെന്തായാലും പോലീസിന് വിട്ടുകൊടുക്ക് എന്ന് പറഞ്ഞിട്ട് പോള് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും പോള് പറഞ്ഞതുപോലെ എന്തായാലും ജസ്റ്റിൻ അനുസരിക്കാൻ പോകുന്നില്ല. കാരണം അത് കഴിഞ്ഞ് അവള് നേരെ അലക്സ് ലില്ലി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനെ ഫോളോ ചെയ്യാൻ തുടങ്ങാണ്. അവൻ ബസ്സിൽ തിരിച്ചു പോകുമ്പോൾ ആ ബസ്സിന് പുറകെ തന്നെ ഒരുപാട് നേരമായിട്ട് അവൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ ബസ് ഇറങ്ങി അവന്റെ വീടിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ ജസ്റ്റിനും അവന്റെ പിറകെ തന്നെ പോകും. കുറെ ദൂരം ചെല്ലുമ്പോൾ ആ റോഡിന്റെ ഒരു വശത്തായിട്ട് ഒരു വലിയ വീടുണ്ട്. അതാണ് അലക്സിന്റെ വീട്. അങ്ങനെ അലക്സ് ആ ഒരു വീടിനകത്തേക്ക് കയറി പോകുന്നതും ജസ്റ്റിനും അവന്റെ പിറകെ തന്നെ ചെന്നിട്ട് ആ വീടിനടുത്തേക്ക് ചെന്ന് അവിടുത്തെ കോളിംഗ് ബെല്ലടിക്കും. ഒരുപാട് നേരം അടിച്ചിട്ടും ആരും തുറക്കുന്നില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ പതിയെ ഡോറിനടുത്തേക്ക് ചെവി വെച്ചിട്ട് കൈ കൊണ്ട് മുട്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് വിളിച്ചിങ്ങനെ പറയും, ഹേയ് ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ ജസ്റ്റിൻ ഈ വീടിന്റെ മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം കാണുന്നത്. എന്താന്നല്ലേ, ആ വീടിന്റെ ജനാലകളുണ്ടല്ലോ, അത് ഉള്ളിൽ നിന്നും ന്യൂസ് പേപ്പർ കൊണ്ട് മറച്ചേക്കാണ്. ഇപ്പൊ സാധാരണ ഒരാൾ താമസിക്കുന്ന ഒരു വീട്ടില് ഉള്ളിൽ നിന്നും ജനാലകളെല്ലാം ഈ രീതിയിൽ മറയ്ക്കേണ്ട ഒരു ആവശ്യം എന്താണ്? അങ്ങനെ ജസ്റ്റിൻ ആ വീടിന് ചുറ്റുമായിട്ട് നടക്കാൻ തുടങ്ങും. ഓരോ ജനാലകളിലും അതുപോലെ തന്നെ പേപ്പർ വെച്ച് മറച്ചിട്ടുണ്ട്. അവൾ ആ വീടിന്റെ പുറകിലേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്. അങ്ങനെ ആ ഗേറ്റ് തുറന്ന് അവൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ വീടിന്റെ പുറകുവശത്ത് അധികം ആളനക്കം ഇല്ലാത്തൊരു സ്ഥലം എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ്. അതുപോലെ അടുത്തുള്ള ആ ഒരു വലിയ ജനാലയില് ന്യൂസ് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു കീറലുണ്ട്. അതുവഴി ഉള്ളിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ കഴിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവൾ പതിയെ ആ കീറിയ ഭാഗത്തിലൂടെ ഉള്ളിലേക്ക് നോക്കും. വീടിനകം മുഴുവനായിട്ടും ആൾതാമസമില്ലാത്തൊരു വീട് എങ്ങനെയുണ്ടാവും അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ദേ ഇതുപോലൊരു കാര്യം കാണുന്നത്. ഇത് കണ്ട് അവൾ നല്ലതുപോലെ പേടിച്ച് പുറകിലേക്ക് പോയിട്ട് എന്താണെന്നറിയാൻ വേണ്ടി ഒരു തവണ കൂടി അവൾ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. അതൊരു പുരുഷനും സ്ത്രീയുമാണ്. അവർ രണ്ടുപേരും ആ സോഫയിൽ അനങ്ങാതിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റിൻ തിരിച്ചു പോകുമ്പോൾ ഈ കാര്യം മാർക്കസിനെ വിളിച്ച് പറയും. ഇത് കേട്ട മാർക്കസ് വിട്ടെന്ന് പറയുന്നത്, ജസ്റ്റിൻ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഒരിക്കലും അലക്സിനെ ഫോളോ ചെയ്യരുത്. നീയാണെങ്കിലും ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ജനാല വഴി ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ എന്ത് വലിയ തെറ്റാണെന്നറിയോ? അപ്പോൾ ജസ്റ്റിൻ പറയും, അങ്ങനെയല്ല മാർക്കസ്, അവന്റെ വീട്ടിൽ എന്തുകൊണ്ടാണ് ജനാലകളിൽ മുഴുവനായിട്ടും ന്യൂസ് പേപ്പർ വെച്ച് ഒട്ടിച്ചേക്കുന്നത്? അത് കേട്ടിട്ട് നിനക്ക് വിചിത്രമായിട്ട് തോന്നില്ലേ? അത് ചിലപ്പോൾ അവർ പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചില വീട്ടുകാർ അങ്ങനെ ചെയ്യാറുണ്ട്. നീ എന്തിനാ ഇതിലെല്ലാം തലയിടുന്നേ എന്നെല്ലാം അവൻ നല്ലതുപോലെ തന്നെ ജസ്റ്റിന് വഴക്കു പറയും. അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റിൻ വീണ്ടും ആ മദ്യ ഷോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഇത്തവണ ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ പിറകെ തന്നെ മറ്റൊരു സ്ത്രീ നടന്നു വരുന്നുണ്ട്. ഈ കാര്യം ഒരിക്കലും ജസ്റ്റിൻ കാണുന്നില്ല. അവൾ നടന്നു ഉള്ളിലേക്ക് പോകുന്നതും അവളുടെ പിറകെ തന്നെ ആ ഒരു സ്ത്രീയും വരുന്നു. അങ്ങനെ ഒരിടത്തേക്ക് വന്നിട്ട് അവൾ ആ ഒരു മദ്യം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ പിറകിലൂടെ വന്ന് ജസ്റ്റിനെ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടിട്ട് നീ വീണ്ടും അവനോടൊപ്പം കിടന്നു എന്നും പറഞ്ഞ് അവളെ നല്ലതുപോലെ വഴക്കു പറയാണ്. എന്നിട്ട് ആ ഒരു മദ്യക്കുപ്പി തുറന്ന് അതെടുത്ത് അവളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ജസ്റ്റിൻ പറയും സോറി എന്നെല്ലാം പറഞ്ഞ് അവള് പേടിച്ച് താഴെ കിടക്കുമ്പോൾ ആ സ്ത്രീയുടെ പേര് ഡോണ എന്നാണ്. അത് വേറെ ആരുമല്ല, പോളിന്റെ കാമുകിയുണ്ടല്ലോ, അവളാണ്. ഇവര് രണ്ടുപേരും രാത്രിയിൽ കിടന്ന ആ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് ജസ്റ്റിനെ ഉപദ്രവിക്കാനായിട്ട് അവളെ വഴക്ക് പറയാനായിട്ട് ഡോണ ഇവിടേക്ക് വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ജസ്റ്റിൻ വീട്ടിൽ വന്ന് നല്ലതുപോലെ തന്നെ മദ്യപിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവൾ ഒരു സ്വപ്നം കാണുന്നു. അവൾ ആ ഒരു ക്ലാസ് മുറിയിലേക്ക് പോകുന്ന കാര്യമാണ് കാണുന്നത്. അവൾ അവളുടെ സ്കൂളിലെ വരാന്തയിലൂടെ നടന്ന് പതിയെ അവസാനം അവളുടെ ക്ലാസ് മുറിയിലേക്ക് ചെല്ലുന്നു. അത് കഴിഞ്ഞ് അവൾ നടന്ന് കയറുന്നത് അവളുടെ ക്ലാസ് മുറിയിലേക്കാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ കാണാതായിട്ടുള്ള എല്ലാ കുട്ടികളും ആ ക്ലാസ് മുറിയിലുണ്ട്. പക്ഷെ അവരാരും നേരെയല്ല ഇരിക്കുന്നത്. എല്ലാവരും ആ ഡെസ്കിലേക്ക് തലവെച്ചാണ് കിടക്കുന്നത്. അങ്ങനെ എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ നിന്നും അവളിങ്ങനെ നോക്കുമ്പോൾ അവസാനം ഇരിക്കുന്ന അലക്സ് എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ മാത്രം ഒരു പ്രത്യേക രീതിയിൽ എഴുന്നേറ്റ് അവളെ നോക്കുന്നതും ഈ കാര്യം കണ്ട് പെട്ടെന്ന് പേടിച്ച് ജസ്റ്റിൻ കണ്ണുറക്കുന്നു. എന്നിട്ട് അവളുടെ വീടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആ പേടിയിൽ അവളിങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ സമാധാനപ്പെട്ട് അവൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ ദേ ഇതുപോലൊരു കാര്യം കണ്ട് വീണ്ടും പേടിച്ച് അവള് അലറി വിളിക്കുന്നതും പെട്ടെന്ന് അതും കണ്ട് അവൾക്ക് തോന്നിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ജസ്റ്റിൻ എന്തായാലും അലക്സിനെ കാണാനായിട്ട് പോവാണ്. അവൻ വരുന്ന വഴി തന്നെ കാർ നിർത്തി പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന്, അലക്സ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ ചോദിക്കുമ്പോൾ അലക്സ് പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അലക്സ്, എനിക്കറിയാം സംഭവിച്ചാലും നിനക്ക് നല്ല പേടിയുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അലക്സിനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അലക്സ് പറയും, സോറി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് പോകുമ്പോൾ ജസ്റ്റിൻ വീണ്ടും അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷെ അവൻ പ്ലീസ് എന്റെ അടുത്ത് നിന്ന് പോകുമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് ഓടി കയറുകയാണ്. പക്ഷെ ജസ്റ്റിൻ ഒരിക്കലും അവിടെ നിന്ന് പോകത്തില്ല. അവളിപ്പോ വീണ്ടും ആ ഒരു ഡോറിനടുത്തേക്ക് വന്ന് തട്ടിയിട്ട്, ഹലോ, ഞാൻ ജസ്റ്റിനാണ്, എനിക്ക് നിങ്ങളോട് കണ്ട് സംസാരിച്ചേ മതിയാവൂ
എന്ന് പറഞ്ഞ് ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും ആരും തുറക്കാത്തത് കൊണ്ട് ജസ്റ്റിൻ പറയും, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ജസ്റ്റിൻ ഇപ്പോൾ തിരിച്ച് തന്റെ കാറിനടുത്തേക്ക് വന്നിട്ട് അതിനകത്ത് മദ്യമെല്ലാം ഒഴിച്ച് അതും കുടിച്ച് ആ ഒരു വീടിന് വെളിയിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു വരുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് നേരം ജസ്റ്റിൻ അവിടെ തന്നെ ഇരിക്കും. എത്ര നേരം ഇരുന്നിട്ടും വീടിനകത്ത് നിന്നും ആരും പുറത്തേക്ക് വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇരുട്ടി. ഇപ്പോൾ ജസ്റ്റിൻ കാറിനകത്ത് കിടന്ന് നല്ല ഉറക്കമാണ്. ആ സമയത്താണ് ആ വീടിന്റെ ഡോർ ഉണ്ടല്ലോ അത് പതിയെ തുറക്കുന്നത്. അതിനകത്ത് നിന്ന് ഒരു സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അവര് നടക്കുന്ന രീതി ഇതൊന്നും കറക്റ്റായിട്ട് തോന്നില്ല. കാണുമ്പോൾ തന്നെ എന്തോ പേടിയാവുന്നത് പോലെ. ഇപ്പൊ അവരടുത്തേക്ക് വരുന്തോറുമാണ് അവരുടെ കയ്യിൽ ഒരു വലിയ കത്രികയുണ്ട്. അതും കൊണ്ട് നേരെ ജസ്റ്റിന്റെ കാറിനടുത്തേക്ക് വന്ന് ജസ്റ്റിനെ നോക്കുമ്പോൾ അവള് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ അവര് കാറിന്റെ പുറകിലേക്ക് പോകുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവരിപ്പോ കാറിനുള്ളിലാണുള്ളത്. എന്നിട്ട് ആ കത്രിക ഉപയോഗിച്ച് ജസ്റ്റിന്റെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് അവളെ കുത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലില്ല. അവളുടെ ഒരു മുടി മാത്രം കട്ട് ചെയ്തെടുത്ത് ആ സ്ത്രീ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് കാണിക്കുന്നത് ആർച്ചർ എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഇപ്പൊ ആർച്ചർ എന്ന് പറഞ്ഞ ഈ ഒരാൾ വേറെ ആരുമല്ല, കാണാതായിട്ടുള്ള 17 കുട്ടികളിലെ മാത്യു എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യനുണ്ട്. അവന്റെ അച്ഛനാണ്. എല്ലാ കുട്ടികളെ കാണാതായതുപോലെ മാത്യുവും അന്നത്തെ ആ ഒരു ദിവസം 2:17 വീട്ടിലെ മുൻവശത്തെ ആ ഒരു ഡോർ തുറന്ന് അവൻ വെളിയിലേക്ക് ഇതേ ഈ അവസ്ഥയിൽ ഓടുമായിരുന്നു. ഇരുട്ടിനകത്തേക്ക് പോയതിനു ശേഷം അവനെയും ആരും കണ്ടിട്ടില്ല. ഈ കാര്യം എല്ലാ ദിവസവും ആർച്ചർ തന്റെ വീട്ടിലിരുന്ന് നോക്കും. അത് കഴിഞ്ഞ് എന്നത്തെയും പോലെ തന്നെ അവൻ ജോലിക്ക് പോകുന്നു. അങ്ങനെ താൻ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് വന്ന് അവിടെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് തന്റെ ട്രക്കിലേക്ക് 2 പെയിന്റ് പാട്ട് എടുത്തു വെക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ചുവന്ന പെയിന്റാണ്. അതേപോലെ ജസ്റ്റിന്റെ കാറിൽ വിച്ചർ എന്ന് ആരൊരാൾ എഴുതിയിരുന്നല്ലോ, അത് ചെയ്തത് വേറെ ആരുമല്ല ആർച്ചർ തന്നെയാണ്. കാരണം ആർച്ചറിന് ജസ്റ്റിനോട് നല്ല ദേഷ്യമുണ്ട്. അത് കഴിഞ്ഞ് ആർച്ചർ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. കുട്ടികളെ പറ്റിയുള്ള ആ ഒരു കേസിൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ആ പോലീസുകാരനായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും പതിയെ പതിയെ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം പറയുമ്പോൾ ആർച്ചർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ജസ്റ്റിനെ ചോദ്യം ചെയ്തോ? അത്രയും കുട്ടികളെ കാണാതായിട്ടും അവളിപ്പോൾ സ്വതന്ത്രമായിട്ട് പുറത്ത് ചുറ്റി നടക്കാണ്. അതെങ്ങനെ സാധിക്കും? നിങ്ങൾ അവളെ ചോദ്യം ചെയ്യണം, അവളായിരിക്കും ഇതിനെല്ലാം കാരണം എന്ന് ആർച്ചർ ജസ്റ്റിനെ പറ്റി പറയുമ്പോൾ ആ പോലീസുകാരന് ജസ്റ്റിനെതിരെ കേസെടുക്കാനായിട്ട് തെളിവുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ പറയും, ഞാൻ എന്തെന്ന് പറഞ്ഞിട്ടാണ് അവളെ പോയി ചോദ്യം ചെയ്യേണ്ടത്. അപ്പോഴാണ് ആർച്ചർ പറയുന്നത്, ഓക്കെ, അവളെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടാണോ എന്നോട് ഇത് പറയുന്നത്? കാരണം ഇതിനു മുന്നേ അവൾ ജോലി ചെയ്തിരുന്ന ആ സ്കൂളിൽ അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ജോലിയിൽ നിന്ന് അവളെ പുറത്താക്കിയത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ലായിരുന്നു എന്നെല്ലാം ആ പോലീസുകാരനോട് പറയുമ്പോൾ അന്ന് ഒരു സ്കൂളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നല്ലോ. അതിൽ നമ്മുടെ ജസ്റ്റിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജസ്റ്റിനെ ഒരു രക്ഷിതാവ് വഴക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് വേറെ ആരുമല്ല ആർച്ചറാണ്. അവളോടുള്ള ആ ഒരു ദേഷ്യം കാരണമാണ് അവൻ അങ്ങനെ സംസാരിച്ചത്. ജസ്റ്റിൻ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ആർച്ചർ അവളെ വിടാതെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് അവൾ ആദ്യം പോകുന്നത് ആ മദ്യ ഷോപ്പിലേക്കാണ്. അവിടെ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ചു നേരം കാറിലിരിക്കുമല്ലോ, ആ സമയവും ആർച്ചർ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ആർച്ചർ വീട്ടിലേക്ക് ചെന്ന് തന്റെ മകന്റെ ആ വീഡിയോ റെക്കോർഡ് ഉണ്ടല്ലോ അതെടുത്ത് വീണ്ടും കാണുകയാണ്. അവൻ എങ്ങോട്ടാണ് പോയത് എന്ന് അറിയാൻ കഴിയാതെ. അങ്ങനെ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നതും വീണ്ടും അതേ ദിവസം രാവിലെ 2:17 തന്റെ മകൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പോലെ ആർച്ചർ ഇപ്പോൾ വെളിയിലേക്ക് വരുമ്പോൾ ആ കാര്യം കാണുന്നുണ്ട്. അങ്ങനെ ആർച്ചർ വീടിന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അന്നത്തെ ദിവസം മാത്യു എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ മാത്യു വീട്ടിനടുത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു. ഹേയ് മാത്യു എന്ന് വിളിച്ചുകൊണ്ട് ആർച്ചർ അവന്റെ പുറകെ തന്നെ ഓടിച്ചെല്ലുന്നുണ്ട്. പക്ഷെ ഇരുട്ടിലേക്ക് കയറിയ മാത്യുവിനെ പിന്നീട് കണ്ടെത്താനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് ദൂരം മുന്നിലേക്ക് ഓടിച്ചെന്ന ആർച്ചർ വീണ്ടും കാണുന്നത് തന്റെ വീട് തന്നെയാണ്. പക്ഷെ ഇത്തവണ അവിടെ ആ വീടിന്റെ മുകളിലായിട്ട് ഒരു കാര്യം അവൻ കാണുന്നുണ്ട്. ഒരു വലിയ തോക്ക് വീടിന്റെ മുകളിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതും കൂടാതെ അതിലൊരു നമ്പർ എഴുതിയിട്ടുണ്ട്, 217. അങ്ങനെ ഈ കാര്യം കൂടി കണ്ടതിന് ശേഷം ആർച്ചർ പതിയെ തന്റെ വീടിനകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്റെ മകന്റെ മുറിയിൽ ആരും ഉള്ളതുപോലെ ആ മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ തന്റെ മകൻ മാത്യു അവൻ ആ കട്ടിൽ കിടന്ന് ഉറങ്ങാണ്. അടുത്തേക്ക് ചെന്ന് ഹേയ് മാത്യു, നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്യു പതിയെ ആർച്ചറിന്റെ അടുത്തേക്ക് തിരിയും. അപ്പോഴാണ് ആർച്ചർ ചോദിക്കുന്നത്, നിന്നെ കാണാതെ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ? നീ എവിടെയാ പോയത്? മാത്യു ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ആർച്ചർ എന്നോട് സംസാരിക്കേ എന്ന് പറയുമ്പോഴും മാത്യു പ്രതികരിക്കുന്നില്ല. അങ്ങനെ ആർച്ചർ അവിടെ നിന്ന് കരയാൻ തുടങ്ങാണ്. എന്നിട്ട് മാത്യുവിനോട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് കരയുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് അവ ഒരു കാര്യം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നതും അതൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും എന്നത്തെ പോലെ തന്നെ ആർച്ചർ ജോലിക്ക് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് മാത്യു ഓടിപ്പോയ ആ ഒരു വഴിയുണ്ടല്ലോ അവിടേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ടവർ അവൻ കാണുന്നത്. ഇത് കാണുമ്പോൾ എന്തോ ഒരു കാര്യം ആർച്ചറിന് തോന്നി. അവൻ പെട്ടെന്ന് തന്നെ ഇവരുടെ ആ ഒരു പ്രദേശത്തെ വലിയൊരു മാപ്പ് എടുക്കും. അതെടുത്ത് അവരുടെ വീട് എവിടെയാണ് കണ്ടുപിടിച്ച് അവിടെ മാർക്ക് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് അവൻ കണ്ട ആ ഒരു ടവർ ഉണ്ടല്ലോ അതെവിടെയാണെന്ന് മാർക്ക് ചെയ്യും. അതിനുശേഷം ഒരു സ്കെയിൽ എടുത്ത് ആ ടവറിന് നേരെ ഇങ്ങനെ വരയ്ക്കുകയാണ്. കാരണം അവന്റെ മകൻ എന്തായാലും നേരെയാണ് ഓടിപ്പോയിട്ടുള്ളത്, അവിടേക്ക് തന്നെ പോകാനായിട്ടായിരിക്കും സാധ്യത. അത് കഴിഞ്ഞ് ആർച്ചർ നേരെ പോകുന്നത് കാണാതായിട്ടുള്ള മറ്റൊരു കുട്ടിയുടെ വീടിനടുത്തേക്ക്. അങ്ങനെ അവിടെ ചെന്ന് ആ ഒരു ഡോർബെൽ അടിക്കുമ്പോൾ അകത്ത് നിന്നും ആ കുട്ടിയുടെ അമ്മയാണ് വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ അവരോട് ആർച്ചർ, ഇതുപോലെ ഞാൻ മാത്യുവിന്റെ അച്ഛനാണ്. അതെ, നിങ്ങൾ എനിക്കറിയാം, എന്തു പറ്റി? അല്ല, നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയത്? കാണാതായ ഒരു ദിവസത്തെ വീഡിയോ എനിക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ സോറി, എനിക്കത് കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതും ആർച്ചർ പറയും, ഓക്കെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേറെ വഴിയില്ല, എന്തായാലും ആ ഒരു കാര്യം കിട്ടിയാൽ മതിയാവൂ. അവൻ പതിയെ തന്റെ കാറിനടുത്തേക്ക് തിരിച്ച് നടന്നു വരികയാണ്. ആ സമയത്താണ് ഈ സ്ത്രീയുടെ ഭർത്താവുണ്ടല്ലോ അയാൾ കാറ് കൊണ്ട് വീടിനടുത്തേക്ക് ഇടുന്നത്. ഇത് കാണുന്ന ആർച്ചർ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ അയാളുടെ പേര് ഗ്യാരി എന്നാണ്. ഹേ ഗ്യാരി, ഞാൻ മാത്യുവിന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ അയാളോട് ആ വീഡിയോയുടെ കാര്യം സംസാരിക്കുന്നതും ഇപ്പോൾ ഗ്യാരി ആർച്ചറിനെ നേരെ വീടിനകത്തേക്ക് കൊണ്ടുവന്ന് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതിലും മാത്യുവിനെ എങ്ങനെയാണോ കാണാതായത്, മാത്യു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുമല്ലോ, അതുപോലെ തന്നെയാണ് ആ ഒരു കുട്ടിയും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയിട്ടുള്ളത്. അപ്പൊ അവൻ ഓടി ആ ഒരു ഭാഗം അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ആർച്ചർ ഇപ്പോൾ വെളിയിലേക്ക് വന്നിട്ട് അവൻ ഓടിപ്പോയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ആ ഒരു ഭാഗം കാലുകൊണ്ട് നടന്ന് അടയാളപ്പെടുത്തി അവിടെ ഒരു കൊടി ഇങ്ങനെ അടിച്ചു വെക്കും. അത് കഴിഞ്ഞ് ഈ വീടിനടുത്തേക്ക് വന്നിട്ട് ഒരു ലേസർ ലൈറ്റ് വെച്ച് ആ കൊടിയുടെ നേർക്കായിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പ് ഉണ്ടല്ലോ ആ മാപ്പ് എടുത്ത് ഇവരുടെ വീട്ടിൽ നിന്നും ആ ലേസർ ലൈറ്റ് എങ്ങോട്ടാണ് അടിച്ചിട്ടുള്ളത് ആ ഒരു ലൊക്കേഷൻ നോക്കി സ്കെയിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതും ആർച്ചറിന്റെ മകനും അതേപോലെ തന്നെ ഇവരുടെ കുട്ടിയും ഇവർ രണ്ടുപേരും ഓടിപ്പോയിട്ടുള്ള ആ ഒരു ഭാഗം കൂട്ടിമുട്ടുന്നത് ഒരു സ്ഥലത്താണ്. ഇപ്പൊ ആ ഒരു സ്ഥലം ആർച്ചർ മാർക്ക് ചെയ്യും. കാരണം എന്തായാലും കുട്ടികൾ ഈ ദിശയിലേക്ക് തന്നെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കണം ഇവർ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ആർച്ചർ അത് കഴിഞ്ഞ് നേരെ ആ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റിൻ ഉണ്ടല്ലോ അവളിപ്പോ ഒരു പെട്രോൾ പമ്പിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. ഇത് കണ്ട ആർച്ചർ അവളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ പെട്രോൾ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ജസ്റ്റിൻ ആർച്ചറിനെ കാണുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും എന്റെ പുറകെ തന്നെ വരുമായിരുന്നു. ഓക്കെ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഞാനാണ് തെറ്റുകാരിയെന്നല്ലേ? ഞാനത് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് കണ്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആ സമയത്താണ് ഒരു കാര്യം നമ്മുടെ ജസ്റ്റിൻ കാണുന്നത്. അവളിപ്പോ പുറകിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ സ്കൂൾ പ്രിൻസിപ്പൾ ആയിട്ടുള്ള മാർക്കസ് ഉണ്ടല്ലേ, അയാള് ഈ കുട്ടികൾ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓടിപ്പോയത് അതുപോലെ തന്നെ കൈയും വെച്ച് നല്ല വേഗതയിൽ ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. അതും അയാളുടെ മുഖത്ത് മുഴുവനായിട്ട് രക്തമുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇപ്പൊ മാർക്കസ് ഓടി വന്ന് ജസ്റ്റിനെ തള്ളി താഴേക്കിട്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആർച്ചർ ആണെങ്കിലോ ഇടി കൊണ്ട് താഴേക്ക് വന്ന് വീണിട്ട് വീണ്ടും അവനെ പിടിക്കാനായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ തല കൊണ്ട് ആർച്ചറിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി ആർച്ചർ തെറിച്ച് താഴേക്ക് വന്ന് വീഴും. ആ സമയം കൊണ്ട് ജസ്റ്റിൻ അവനെ ചവിട്ടി താഴേക്കിട്ട് കാറിനടിയിലൂടെ ഇഴഞ്ഞഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മാർക്കസ് അപ്പോഴും അവളുടെ പിറകെ തന്നെ പോവാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ആർച്ചർ ഓടി വന്ന് മാർക്കസിനെ ഇടിച്ച് താഴേക്കിട്ട് അവനോട് അവിടെ നിൽക്കാൻ പറയുമ്പോൾ ജസ്റ്റിൻ അങ്ങനെ ഓടി ആ ഷോപ്പിനകത്തേക്ക് കയറും. അപ്പോൾ മാർക്കസ് പുറകെ പോകാൻ ശ്രമിക്കുമ്പോൾ ആർച്ചർ വീണ്ടും അവനെ തടഞ്ഞു വലിച്ച് താഴേക്കിട്ട് ഇപ്പൊ അവനെ പിടിച്ച് അടുത്തേക്ക് വരുന്നതും മാർക്കസ് അങ്ങനെ എഴുന്നേറ്റ് ആർച്ചറിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അവനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ അവൻ സ്റ്റേഷനിൽ നിന്നിട്ട് ആരുടെ ഫോണിൽ സംസാരിക്കുന്നു. അത് വേറെ ആരുമല്ല, അവന്റെ ഭാര്യയായിട്ടുള്ള ഡോന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയായിട്ടാണ്. ഇപ്പൊ അവരുടെ വിവാഹ വാർഷികം ഉടനെ തന്നെ വരാൻ പോവാണ്. അവളാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് അവന്റെ അടുത്തേക്ക് ഉടനെ തന്നെ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞ് പോൾ നേരെ തന്റെ ചീഫിനോട് പോയി സംസാരിക്കുന്നു. എന്നിട്ട് തന്റെ വിവാഹ വാർഷികം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ ജസ്റ്റിൻ തന്റെ കാറിൽ വിച്ചറെന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനോട് പരാതി കൊടുക്കുമല്ലോ. അവിടെ നിൽക്കുമ്പോഴത്തേക്കും പോളിനെ കണ്ട് കൈ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പോള് തന്റെ കാർ കൊടുത്ത് റൗണ്ടിന് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാറിലെ റേഡിയോയില് ഈ നഗരത്തിലെ 17 കുട്ടികളെ കാണാതായിട്ടുള്ള ആ ഒരു കേസ് ഉണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. അതും കൂടാതെ ഈ കുട്ടികളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് $50,000 പ്രതിഫലം നൽകുമെന്നും ഈ ന്യൂസിലൂടെ തന്നെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കേട്ടാണ് അവൻ മുന്നിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഒരു പയ്യനെ അവൻ കാണുന്നത്. അവനിപ്പോ റോഡ് മുറിച്ചു കടന്ന് ഒരു ചെറിയ തെരുവിന്റെ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് കയറി പോകുന്നു. ഇപ്പൊ പോള് അവനെ ഫോളോ ചെയ്ത് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ഏതോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കയറാൻ വേണ്ടിയിട്ടാണോ ഇനി ഉള്ളിലേക്ക് നോക്കുകയാണോ എന്നറിയത്തില്ല. അപ്പോൾ പോൾ എന്തോ അവന് സംശയം തോന്നി. ഈ ഡ്രഗ് എല്ലാം യൂസ് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പോള് പെട്ടെന്ന് ഈ സൈറൻ മുഴക്കിയിട്ട് ആ പയ്യനോട് പറയുന്നുണ്ട്, എവിടെ ഓടരുത്, അവിടെ തന്നെ നിൽക്കും, ഞാൻ അവിടേക്ക് വരുവാണെന്ന് പറയുന്നത്. ഈ പയ്യൻ പോളിനെ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് വേഗതയിൽ ഓടാൻ തുടങ്ങും. ഇത് കാണുന്ന പോൾ അവനെ വെറുതെ വിടോ, ഒരിക്കലുമില്ല, അവൻ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി
പോൾ തന്റെ കാർ അവന്റെ പുറകെ തന്നെ പോവാണ്. കാരണം അവൻ പോകുന്ന ആ ഒരു വഴി ഏതാണെന്ന് പോളിന് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് ഒരുപാട് നേരം അവന്റെ പിറകെ തന്നെ ചെന്ന അവസാനം അവൻ പോകുന്ന ആ ഒരു വഴി കണ്ടുപിടിച്ച് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവൻ ഓടി ഓടി ഒരു വീടിനടുത്തേക്ക് എത്തുമ്പോൾ പോള് പുറകെ തന്നെ കാർ ഓടിച്ച് ചെന്ന അവസാനം അവനെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് കാർ അവിടെ നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ആ പയ്യന്റെ പുറകെ ഓടി ചെന്നിട്ട് ഹേയ് ഓടരുത്, നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് പുറകെ ചെന്നിട്ട് ആ ഒരു പയ്യനെ ഇടിച്ചങ്ങ് താഴേക്കിടും. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് വിലങ്ങ് ചെയ്യുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല സാർ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, അല്ല നീ ഡ്രഗ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ പോൾ അവനെ പിടിച്ചു നിർത്തുന്നത്. അത് കഴിഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് നേരെ കാറിനടുത്തേക്ക് കൊണ്ടുവന്ന്, ഓക്കെ നിന്നെ ഞാൻ പരിശോധിക്കാൻ പോവാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിന്നെ എന്തായാലും ഞാൻ വെറുതെ വിടുമെന്ന് പറഞ്ഞ് അവന്റെ ദേഹം മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഇവന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കാര്യം അവന്റെ കയ്യിൽ കൊണ്ടിട്ട് മുറിയുന്നു. ഇതുകൂടിയാവുന്നത് പോളിന് ആ ഒരു രക്തം കണ്ടിട്ട് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട്. ഈ ദേഷ്യം കാരണം ഈ പയ്യന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, എന്നിട്ട് നേരെ കാറിനകത്തേക്ക് കയറിയിരുന്ന് തന്റെ കയ്യിൽ ആ ഒരു മുറിവുണ്ടല്ലോ അതിന് മരുന്ന് വയ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, ഈ പോലീസ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിലൊരു ഡാഷ് ക്യാം ഉണ്ട്. അതിൽ ഈ പയ്യനെ അടിച്ച കാര്യവും എല്ലാം റെക്കോർഡായിട്ടുണ്ട്. ഇനി പോളിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ പേടിയില്ലേ ഈ പയ്യന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ബോധമില്ലാതെ താഴെ കിടക്കാണ്. അവനെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ച് കാറിനടുത്തേക്ക് എത്തിയിട്ട് ഏയ് ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച്, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, ഈ സംഭവത്തിന് ശേഷം നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്, അതുമല്ലാതെ ഈ ഒരു കാര്യം വേറെ ആരോടും പറയരുത്, ഓക്കെ അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ആ പയ്യന്റെ വിലം കഴിച്ച് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇപ്പൊ ആ പയ്യന്റെ പേരെന്താണെന്നറിയോ, ജെയിംസ് എന്നാണ്. അതെന്തായാലും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അത് കഴിഞ്ഞ് പോൾ നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ഡാഷ് ക്യാമിൽ റെക്കോർഡായിട്ടുള്ള ആ ഒരു കാര്യം അവരുടെ ചീഫ് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ചീഫ് പറയുന്നുണ്ട്, ഈ കാര്യം ഒരിക്കലും മറ്റൊരാളും അറിയരുത്, 1 മാസത്തോളം എന്തായാലും നമുക്ക് നോക്കാൻ കഴിയും. 1 മാസം കഴിഞ്ഞാൽ വണ്ടിയിലെ ഡാഷ് ക്യാം പരിശോധിക്കാനായിട്ട് ആള് വരും. അവർ ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിന്റെ ജോലി അത്രയേ ഉള്ളൂ, നിനക്കായിരിക്കും അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ 1 മാസത്തിനകത്ത് ആ പയ്യൻ ഇതിന്റെ പേരിൽ ഒരു കേസുമായിട്ട് അകത്തേക്ക് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം അതോടെ കഴിഞ്ഞു, അതുകൊണ്ട് നീ തന്നെ സൂക്ഷിക്കുന്നു പറഞ്ഞ് പോളിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ വിഷമത്തിൽ കാറിലേക്ക് കയറിയിരുന്ന് തന്റെ ഭാര്യയുടെ ആ ഒരു ഫോട്ടോയിന് നോക്കുമ്പോഴത്തേക്കാണ് ജസ്റ്റിൻ അവന് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത് നമുക്കറിയാലോ. ഇതുപോലെ ജസ്റ്റിനെ കാണാൻ വേണ്ടി അവൻ ആ ഒരു ബാറിലേക്ക് ചെല്ലുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, പിന്നീട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ആ ദിവസം കഴിഞ്ഞ് അവൻ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് അവന്റെ ഭാര്യ നേരത്തെ തന്നെ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് അവനോട് ചോദിക്കും, അല്ല നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവന് മറുപടി പറയാൻ കഴിയാതെ ആകെ ഒരു പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ അവൾക്ക് അപ്പോഴും തന്നെ ആ കാര്യം മനസ്സിലായി. ഈ ദേഷ്യത്തിലാണ് ഡോന എന്ന് പറഞ്ഞ അവളുടെ ഭാര്യ നമ്മുടെ ജസ്റ്റിനെ ചെന്ന് ഉപദ്രവിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും നമ്മുടെ പോള് ജോലി ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോകുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം അവൻ നല്ല രീതിയിലല്ല. കാരണം ഇന്നലെ അങ്ങനെയെല്ലാം സംഭവിച്ചത് കൊണ്ട് തന്നെ ആകെ വിഷമത്തിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ദൂരെ നിന്നും ജെയിംസ് ഈ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഇത് കാണുന്ന പോള് പെട്ടെന്ന് ജെയിംസിനോട്, ഹേയ് നിന്നോട് ഞാൻ എന്താ പറഞ്ഞ, ഇവിടേക്ക് വരരുതെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജെയിംസിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ജെയിംസ് ഈ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങാണ്. ഇത് കാരണം പോളിന് നല്ല ദേഷ്യം വന്ന് അവന്റെ പിറകെ തന്നെ കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് നല്ല ദേഷ്യത്തിലെ ജെയിംസിന് എന്തെങ്കിലും ചെയ്യൂലേ എന്ന് നമുക്ക് അറിയത്തില്ല. അവിടെ വെച്ചാണ് നമ്മുടെ ജെയിംസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ ജെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ നല്ലൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല, അടുത്തുള്ളൊരു കാടിനകത്ത് ഒരു ചെറിയ ടെന്റ് വെച്ചിട്ട് അതിനകത്താണ് അവൻ താമസിക്കുന്നത്. എപ്പോഴും നല്ല രീതിയിൽ ഡ്രഗ് യൂസ് ചെയ്യും. ഓരോ തവണ ഈ ഒരു ഡ്രഗ് തീരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മോഷ്ടിച്ചായിരിക്കും ആ ഡ്രഗ് വാങ്ങിക്കാനുള്ള പണം അവൻ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഇത്തവണ ഓരോ കാറിനടുത്തേക്ക് ചെന്ന് അതിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിന്റെ ഡോർ തുറന്നോ ഇല്ലയോ എന്നിങ്ങനെ നോക്കാണ്. അപ്പോൾ ഡോർ തുറന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഒരു കുട്ടിയുടെ ഐപാഡ്, അതേപോലെ തന്നെ ഹെഡ്ഫോൺ ഇതെല്ലാം മോഷ്ടിച്ച് അതുമായിട്ട് നേരെ അടുത്തുള്ളൊരു ഷോപ്പിനകത്തേക്ക് ചെല്ലും. എന്നിട്ട് അതവിടെ കൊടുത്ത് പണം വാങ്ങിക്കാണ്ട് ശ്രമിക്കുമ്പോൾ അയാൾ പറയും, സോറി ഇതിന് പണം തരാൻ കഴിയത്തില്ല എന്ന് പറയും. അപ്പോൾ ജെയിംസ് പറയില്ല, അങ്ങനെയല്ല, ഇതിന് കുറച്ചെങ്കിലും കിട്ടും, പ്ലീസ് ഒരു $10 ഇങ്ങനെ തരാൻ പറയുമ്പോൾ അയാൾ ഇല്ല എന്ന് പറയും. അങ്ങനെ എന്തായാലും അടുത്തൊരു സാധനം കണ്ടുപിടിക്കണമല്ലോ, എന്നാലല്ലേ അവന് ഡ്രഗ് വാങ്ങിക്കാൻ കഴിയൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു ബിൽഡിങ്ങിനകത്തേക്ക് എത്തി നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പോൾ അവനെ കാണുന്നതും. അത് കഴിഞ്ഞുള്ള കാര്യം എന്താണെന്ന് നമ്മൾ കണ്ടു. അവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോയിട്ട് അവനെ അടിച്ചതിന് ശേഷം ഇതുപോലെ പോളിന് ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ജെയിംസ് അവിടെ നിന്ന് തിരിച്ചു പോയതിനു ശേഷം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും വീട്ടിൽ കയറി മോഷ്ടിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് അലക്സ് ലില്ലി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യന്റെ വീട് അവൻ കാണുന്നത്. ആ വീടിന് വെളിയിൽ പത്രങ്ങൾ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീടിനകത്ത് ആരും ഇല്ലാന്ന് മനസ്സിലാക്കി ജെയിംസ് ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് ജെയിംസ് വീടിന് പുറകിലേക്ക് ചെന്ന് ആ വീടിന് മുകളിലേക്ക് വലിഞ്ഞു പിടിച്ച് കയറി ജനാല വഴി ഉള്ളിലേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള റൂമിൽ നിന്നും ഒരു തലയണ ഉറയുണ്ടല്ലോ, അതുമാത്രം എടുത്ത് നേരെ താഴേക്ക് പോവാണ്. എന്തെങ്കിലും മോഷ്ടിച്ച് അതിനകത്ത് ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ താഴേക്ക് ചെന്ന് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാം പഴയ സാധനങ്ങളാണ്.
അങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്നാണ് അവൻ പുറകിൽ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നത്. നമ്മുടെ ജസ്റ്റിൻ ജനാല വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരും അതിനകത്ത് ഇരിക്കുന്നത് കണ്ടിരുന്നല്ലോ. അവരിപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇത് കണ്ട ജെയിംസ് നല്ലതുപോലെ തന്നെ പേടിച്ച്, ഹേയ് സോറി, ഞാനൊന്നും എടുക്കാൻ പോകുന്നില്ല, ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ ജെയിംസ് പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ അവരനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ജെയിംസിന് മനസ്സിലായി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് ജെയിംസ് നല്ലതുപോലെ തന്നെ ആ ഒരു വീടിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മുകളിലത്തെ റൂമിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പതിയെ ആ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ അടുത്തുള്ള റൂമിനകത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അവൻ ആ ഡോർ തുറന്ന് അകത്തേക്ക് ഇറങ്ങുന്നതും അതൊരു ബേസ്മെന്റ് ആയിരുന്നു. ആ ബേസ്മെന്റിനുള്ളിലേക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന ജെയിംസ് കാണുന്ന കാര്യം എന്താണെന്നറിയോ? ആഹാ, ഇതിനു മുന്നേ ആ പട്ടണത്തിൽ കാണാതായിട്ടുള്ള 17 കുട്ടികൾ അവരെല്ലാവരും ആ ബേസ്മെന്റിനകത്താണ് നിൽക്കുന്നത്. ജെയിംസ് ഈ കാര്യം കണ്ട് പേടിച്ച് പുറകിലേക്ക് നിൽക്കുമ്പോൾ ഇതുകൂടി കണ്ട് ജെയിംസ് സോറി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോവാണ്. അങ്ങനെ പേടിച്ച് വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ആ സോഫയിലിരുന്ന രണ്ടുപേരുണ്ടല്ലോ, അവർ രണ്ടുപേരും എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഇതുകൂടി കണ്ട ജെയിംസ് പേടിച്ച് അങ്ങനെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് തുറക്കാൻ കഴിയുന്നില്ല. അവസാനം അവൻ പേടിച്ച് ഡോറും വലിച്ചു തുറന്ന് വീട്ടിൽ നിന്നും ഒരു ഒറ്റ ഓട്ടം വെളിയിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് നേരെ വീണ്ടും അവൻ മോഷ്ടിച്ച കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നേരെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് അവൻ ഇങ്ങനെ വിൽക്കാണ്. അപ്പൊ അയാൾ അതെല്ലാം തൂക്കി നോക്കി അതിനൊരു വില പറയുന്ന സമയത്താണ് ആ ഷോപ്പിൽ ഈ പട്ടണത്തിൽ നിന്ന് കാണാതായിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ $50,000 കൊടുക്കുമെന്നുള്ള പരസ്യമുണ്ടല്ലോ, അതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ജെയിംസ് പെട്ടെന്ന് തന്നെ ആ ഷോപ്പിൽ നിന്ന് പണവും വാങ്ങി വെളിയിലേക്ക് ഇറങ്ങി വന്ന് പോലീസിനെ വിളിക്കും. ഇതുപോലെ എൻ്റെ പേര് ജെയിംസ് എന്നാണ്, കാണാതായിട്ടുള്ള കുട്ടികൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ ആ ഒരു $50,000 പാരിതോഷികമായിട്ട് കൊടുക്കുമെന്നുള്ള കാര്യം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും, അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് ഈ ഒരു കാര്യം അറിയിക്കാൻ പറയും. അങ്ങനെ കുട്ടികളെ പറ്റിയുള്ള ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ജെയിംസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് പോൾ വീണ്ടും അവനെ കണ്ടിട്ട് നിന്നോട് ഇവിടേക്ക് വരരുതെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ജെയിംസിനെ ഓടിക്കുമല്ലോ ആ കാര്യം സംഭവിക്കുന്നത്. അങ്ങനെ ജെയിംസ് പേടിച്ച് അവിടെ നിന്ന് ഓടാണ്. അവൻ താമസിക്കുന്ന ആ ഒരു കാടുണ്ടല്ലോ അതിനകത്തേക്കാണ് പേടിച്ച് ഓടുന്നത്. കുറേ ദൂരം വരുമ്പോഴത്തേക്ക് നമ്മുടെ പോളിന് എന്തായാലും അവനെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ജെയിംസ് ഒരുപാട് ദൂരം കാടിനകത്തേക്ക് ഓടി അവസാനം ഹേയ്, എന്നെ പിടിക്കാനൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അവൻ കാടിനുള്ളിലായിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവൻ പതിയെ ചുറ്റിനും നോക്കാൻ തുടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ കുറേ ദൂരെയായിട്ട് ഒരു സ്ത്രീ അവൻ നിന്നിങ്ങനെ കൈ കാണിക്കുന്നു. അങ്ങനെ ഇതുകൂടി കണ്ട് പേടിച്ചിട്ട് അവന്റെ റിലേ പോയി അവൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ചോടാൻ തുടങ്ങാണ്. ഓടി അവന്റെ ടെന്റിനടുത്തേക്ക് വന്ന് അകത്തേക്ക് കയറിയിട്ട് ഇല്ല, ഇതൊന്നും റിയൽ അല്ല എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നതും ഈ ടെന്റിനടുത്തേക്ക് ആരോ ഒരാൾ നടന്നു വരുന്നുണ്ട്. ഇതുകൂടി കാണുന്നത് ജെയിംസ് തന്റെ കയ്യിലുള്ള ആ ഒരു സിറിഞ്ചുണ്ടല്ലോ ഇതെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ കുത്താനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പോഴാണ് ആ ഒരാൾ അവിടേക്ക് വന്ന് ഈ ടെന്റ് അങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും പെട്ടെന്ന് മുഖത്തേക്ക് ഒരു ഒറ്റ കുത്ത്. അത് വേറെ ആരും ആയിരുന്നില്ല, പോലീസുകാരനായിട്ടുള്ള പോളായിരുന്നു. കുത്തുകൊണ്ട് താഴേക്ക് വീണിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് പെട്ടെന്ന് ജെയിംസിനെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ജെയിംസ് പറയും, സോറി സാർ, അതൊരു അപകടമായിരുന്നു, സോറി സാർ, ഞാനത് അറിയാതെ സംഭവിച്ചാണെന്നല്ല പറഞ്ഞിട്ട് ഓക്കെ, നിങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ എവിടെയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പോള് ഓക്കെ എന്ന് പറഞ്ഞ് അവനെ നേരെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കാറിനകത്തേക്ക് ഇരുത്തിയിട്ടാണ് കയ്യിൽ വിലങ്ങ് വിട്ടിട്ടുണ്ട്. ഓക്കെ ശരി, നിനക്ക് എയ്ഡ്സ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം, ഈ സിറിഞ്ച് വെച്ച് എന്നെ കുത്തിയത് കൊണ്ട് ചിലപ്പോൾ അത് പകരം സാധ്യത ഉണ്ടെന്നെല്ലാം പറഞ്ഞ് പോള് പേടിച്ച് ചോദിക്കുമ്പോൾ ജെയിംസ് പറയും, സോറി, എനിക്കത് നല്ലതുപോലെ അറിയത്തില്ല. ഓക്കെ, ഈ കുട്ടികൾ എവിടെയുള്ളത്, അതെന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ജെയിംസ് പോളിനെ കൂട്ടി അലക്സിന്റെ വീടിന് മുന്നിലേക്ക് ചെല്ലും. എന്നിട്ടാണ് പറയുന്നത്, ദേ ആ വീടിനകത്താണ്, അതിന്റെ ബേസ്മെന്റിലാണ് ഞാൻ കുട്ടികളെ കണ്ടതെന്ന് പറയുമ്പോൾ പോൾ ഇപ്പോൾ കാറിനകത്ത് ഇരുന്നിട്ട് പക്ഷെ അവിടെ ആരും കാണാനില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പോൾ പറയും, ശരി നീ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ജെയിംസിനെ കാറിലിരുത്തി ഇപ്പോൾ പോൾ പതിയെ വീടിനടുത്തേക്ക് ചെന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്നതും പെട്ടെന്ന് ഡോർ തുറക്കും. പക്ഷെ ആരാണ് ഉള്ളിലുള്ളതെന്ന് അറിയത്തില്ല. പോൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്, ഡോറും അടയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പോൾ ഒരിക്കലും തിരിച്ചിറങ്ങി വരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയായി. എന്നിട്ട് പോളിനെ കാണാത്തത് കൊണ്ട് തന്നെ ജെയിംസ് അവിടേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വീടിന്റെ ഡോറ് തുറന്ന് പോൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അതിവേഗതയിൽ തന്നെ നടന്നു വന്ന് ഈ കാറിനടുത്തേക്ക് വന്നിട്ട് കാറിന്റെ ഡോർ തുറന്ന് ജെയിംസിനെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. ജെയിംസ് പറയുന്നത്, ഏയ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പോള് നല്ലതുപോലെ തന്നെ അവനോട് ദേഷ്യപ്പെട്ട് അവന്റെ രീതിയെല്ലാം മാറി അവനിപ്പോൾ ജെയിംസിനെ വലിച്ച് ആ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജെയിംസ് രക്ഷിക്കണമെന്ന് പറഞ്ഞ് എത്ര അലറി വിളിച്ചിട്ടും ഒരു കാര്യമില്ല, അവനെ വീടിനകത്തേക്ക് കൊണ്ടുപോകുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് ജെയിംസിനും അതേപോലെ തന്നെ പോളിനും സംഭവിച്ച കാര്യം. ഇനി ഒരാൾ കൂടിയുണ്ട്, മാർക്കസ്, ആ പ്രിൻസിപ്പൾ ഇല്ലേ അയാള്. ഇപ്പൊ അത് കഴിഞ്ഞ് മാർക്കസിന് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുമ്പോൾ മാർക്കസ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജസ്റ്റിൻ
അലക്സിന്റെ വീടിനകത്തേക്ക് കയറി ആ ഒരു കാര്യം അവനോട് വിളിച്ച് പറയുന്നത്. ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് അവൻ എന്നത്തെ പോലെ തന്നെ സ്കൂളിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ അറ്റൻഡർ വന്നിട്ട്, സാർ നിങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഓക്കെ അകത്തേക്ക് പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കാൻ പറയുമ്പോൾ ഒരു ലേഡി ഇങ്ങനെ കയറി വരുന്നു. ഇവരെയാണ് ജെയിംസ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ കാടിനകത്ത് വെച്ച് കണ്ടത്. ഇപ്പൊ ഇവരകത്തേക്ക് വന്നിട്ട് ആ ഒരു അറ്റൻഡറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് വന്ന് മാർക്കസുമായിട്ട് പരിചയപ്പെട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത്, ഞാൻ ഇതുപോലെ അലക്സിന്റെ അമ്മായിയാണ്, അലക്സിന്റെ അമ്മയുടെ സഹോദരി. ഇപ്പോൾ നിയമപരമായിട്ട് അവരെല്ലാവരെയും നോക്കുന്നത് ഞാനാണ്. കാരണം അലക്സിന്റെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും വയ്യ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും നോക്കുന്നത് ഞാനാണ്. അലക്സിന്റെ ഒരു രക്ഷാധികാരി ഞാൻ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കസ് ചോദിക്കും, അല്ല അലക്സിന്റെ അച്ഛനും അമ്മയ്ക്കും ഓക്കെ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ രീതിയിലൊന്നുമില്ല. അപ്പോഴാണ് മാർക്കസ് പറയുന്നത്, നിങ്ങളെ വിളിപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അലക്സിന്റെ അച്ഛനും അമ്മയായിട്ട് ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതിന് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കഴിയത്തില്ല, അവർക്കൊരിക്കലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇല്ല എന്നിരുന്നാലും എനിക്ക് അവൻ്റെ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും ഒരാളോട് സംസാരിച്ചേ മതിയാവൂ, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വരാം. കാരണം ചില കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, അല്ല ആരാ കംപ്ലൈന്റ് തന്നത്? അപ്പോൾ മാർക്കസ് പറയും, സോറി അതെനിക്ക് പറഞ്ഞുതരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് മാർക്കസ് തന്റെ വീട്ടിലിരുന്ന് TV എല്ലാം കണ്ട് തന്റെ പാർട്ണറുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഗ്ലാഡിസ് എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയാണ്, അലക്സിന്റെ അമ്മായി എന്ന് പറഞ്ഞല്ലോ അവര്. ഇപ്പൊ എന്തോ ഒരു സഹായം ചോദിച്ചേ മാർക്കസിന്റെ വീടിന് വെളിയിൽ വന്നിട്ട് പ്ലീസ് എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റാമോ ചോദിക്കുമ്പോൾ മാർക്കസ് ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. അപ്പോഴാണ് മാർക്കസിന്റെ പാർട്ണർ അവിടേക്ക് വന്നിട്ട് അവരെ നോക്കി നിൽക്കുമ്പോൾ അവർ ചോദിക്കും, പ്ലീസ് കുറച്ച് വെള്ളമെങ്കിലും തരാമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, കുറച്ച് വെള്ളമല്ലേ കൊടുക്കാന്ന് പറഞ്ഞ് അവരകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മാർക്കസിന് ഇതിനോട് ഒരിക്കലും താല്പര്യമില്ല. അങ്ങനെ അകത്തേക്ക് കയറി അവർ പെട്ടെന്ന് കിച്ചന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് അവരുടെ ബാഗ് എടുത്ത് മേശപ്പുറത്ത് വെച്ച് അവർ ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ മാർക്കസിന്റെ പാർട്ണർ, മാർക്കസ് അവർക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുക്കണം, ആ ഗ്ലാസ് എടുക്കാൻ പറയുമ്പോൾ മാർക്കസ് ഗ്ലാസ് എടുത്തിട്ട്, മിസ്സസ് ഗ്ലാഡിസ് നിങ്ങൾ എന്തായാലും ഇപ്പോൾ പുറത്തു പോകണമെന്നാണ് ഞാൻ പറയുന്നത് എന്നെല്ലാം പറയുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു നിർത്താതെ. എന്നിട്ട് അവരുടെ ബാഗിൽ നിന്നും മുള്ളുകളുള്ള ചെറിയൊരു കമ്പ് പുറത്തേക്ക് എടുക്കും. അപ്പോൾ മാർക്കസ് ചോദിക്കും, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ കൈ അങ്ങ് മുറിക്കുകയാണ് അത് വെച്ച്. അപ്പോൾ ഇവർ പറയും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവരുടെ കൈ വെച്ച് കെട്ടാൻ വേണ്ടി എന്തെങ്കിലും എടുക്കാൻ പറയുമ്പോൾ അവർ പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ മാർക്കസിന്റെ പാർട്ണറെ അടുത്തേക്ക് വിളിക്കും. അവൻ അടുത്തേക്ക് നടന്ന് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവന്റെ മുടി അങ്ങ് കട്ട് ചെയ്തെടുത്ത് ആ കട്ട് ചെയ്തെടുത്ത മുടിയുണ്ടല്ലോ അതെടുത്ത് ആ ഒരു കമ്പനിങ്ങനെ ചുറ്റാണ്. അവരുടെ രക്തവും ആൾറെഡി അതിൽ തേച്ചിട്ടുണ്ട്. ഇതുകൂടി ആവുന്നത് നമ്മുടെ മാർക്കസ് പെട്ടെന്ന് ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നതും അവരിപ്പോൾ ഒരു മണിയെടുത്ത് അങ്ങനെ ഒരു ഒറ്റയടി അതിൽ തന്നെ മാർക്കസിനെ അവർ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാണ്. ഇപ്പൊ മാർക്കസിന് എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. എന്നിട്ട് അവർ ആ കമ്പെടുത്ത് പെട്ടെന്ന് അതിങ്ങനെ ഒടിച്ചു കൊടുക്കുന്നതും മാർക്കസ് പെട്ടെന്ന് അവന്റെ പാർട്ണറെ പിടിച്ച് താഴെക്കിട്ട് അവന്റെ കഴുത്ത് ഞെരിക്കും. എന്നിട്ട് അവന്റെ മുകളിലേക്ക് കയറിയിരുന്ന് എന്തോ ഒരു കാര്യം ഛർദ്ദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ ചെയ്തെന്നറിയോ, മാർക്കസ് തന്റെ തല ഉപയോഗിച്ച് അവന്റെ പാർട്ണറുടെ തലയിലേക്ക് 2-3 തവണ ഇടിച്ചിടിച്ചിടിച്ച് അവന്റെ പാർട്ണറിനെ കൊല്ലുകയാണ്. അങ്ങനെ ഈ കാര്യം ചെയ്തു കഴിഞ്ഞ മാർക്കസ് അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഗ്ലാഡിസ് എന്താ ചെയ്യുന്നതെന്നറിയോ, ആ കമ്പ് വീണ്ടും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിലുള്ള മാർക്കസിന്റെ പാർട്ണറിന്റെ മുടിയെടുത്ത് മാറ്റിയതിനു ശേഷം അവരിതിനു മുന്നേ കട്ട് ചെയ്തെടുത്ത അവരല്ല ഒരു സ്ത്രീ നമ്മുടെ ജസ്റ്റിന്റെ തലമുടി കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, ആ തലമുടി എടുത്ത് ഈ കമ്പിലേക്ക് ചുറ്റുന്നതും ആ വീട്ടിൽ നിന്നും മാർക്കസ് ഈ കുട്ടികൾ ഓടിയതുപോലെ തന്നെ കൈ വെച്ചിങ്ങനെ വെളിയിലേക്ക് ഓടാൻ തുടങ്ങും. അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടുന്നതും ഗ്ലാഡിയസ് ഒന്നും അറിയാത്തതുപോലെ വീടിന് വെളിയിലേക്ക് വന്ന് തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇവിടെയാണ് നമ്മുടെ മാർക്കസിനെ കാണിക്കുമ്പോൾ അവന്റെ നിയന്ത്രണം വിട്ട് അവൻ ഓടിപ്പോകുന്നത് നമ്മുടെ ജസ്റ്റിനടുത്തേക്കാണ്, കാരണം അവളെ കൊല്ലാൻ വേണ്ടി. ഇപ്പോൾ ഗ്ലാഡിസ് ഇവനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ മാർക്കസ് അവിടെ നിന്ന് ഓടി നമ്മുടെ ജസ്റ്റിനടുത്തേക്ക് വന്ന് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ജസ്റ്റിൻ ഇപ്പോൾ അവനെ അടിച്ചു കളഞ്ഞ് നേരെ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറുമ്പോൾ ആർച്ചർ അവനെ തടഞ്ഞിട്ട് മാർക്കസ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആർച്ചറിനെ ഇടിച്ച് താഴേക്കിട്ട് ഇപ്പൊ ഈ ഷോപ്പിനകത്തേക്ക് ഓടിയാൻ കയറും. ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഈ ഷോപ്പിനകത്തുള്ള ആ കടയുടെ ഓണർ അയാൾ ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ ജസ്റ്റിനെ സഹായിക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അവൾ ഓടി ഓടി അവസാനം വെളിയിലേക്ക് പോകാനുള്ള മറ്റൊരു ഡോർ തുറക്കാനായിട്ട് വരുമ്പോൾ അതാണെങ്കിൽ തുറക്കാനും കഴിയുന്നില്ല. മാർക്കസ് ഓടി അവളുടെ അടുത്തേക്ക് എത്താറായി. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ ആർച്ചർ ഉണ്ടല്ലോ അവൻ അങ്ങനെ ഓടി വന്ന് മാർക്കസിനെ ഇടിച്ചെങ്കിടുന്നത്. എന്നിട്ട് അവിടെ നിൽക്കാൻ പറയുന്നതും നമ്മുടെ ജസ്റ്റിൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടാണ്. അപ്പൊ ആ ഷോപ്പിന്റെ ഓണർ പറയുന്നത് എന്റെ കടയിൽ നിന്ന് പുറത്തു പോകാൻ പറയുമ്പോൾ അവൾ പറയും എന്നെ ഒന്ന് രക്ഷിച്ചൂടെ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് അവളുടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടേക്ക് വന്ന മാർക്കസ് ആ ഒരു കാറിന്റെ ചില്ലു ഇടിച്ചു പൊട്ടിച്ച് അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവളിപ്പോൾ ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് നല്ല വേഗതയിൽ ഓടിച്ചുകൊണ്ട് പോകും. മാർക്കസ് ഇപ്പോഴും അവളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ആർച്ചർ വെളിയിലേക്ക് വന്നിട്ട് ഈ കാര്യം കണ്ട്
അവനും ഓടി വന്ന് അവന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ നല്ല വേഗതയിൽ പുറകെ പോകുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നലായി. പക്ഷെ സിഗ്നൽ കാണിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജസ്റ്റിൻ കാർ ഓടിച്ച് അതിന് അപ്പുറത്തേക്ക് എത്തി. ആർച്ചറിനാണെങ്കിൽ അവന്റെ പുറകെ പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കാർ കൊണ്ട് അവിടെ നിർത്തുന്നതും ഈ സിഗ്നൽ കാണിച്ചത് കൊണ്ട് തന്നെ മറ്റു കാറുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഒരു സ്ത്രീ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നു, അലറി വിളിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ സിഗ്നൽ കാണിച്ചത് കൊണ്ട് ഒരു കാർ നല്ല വേഗതയിൽ വന്ന് ഓടിപ്പോയിക്കൊണ്ടിരുന്ന മാർക്കസിനെ ഇടിച്ചങ്ങ് തെറിപ്പിച്ച് അവന്റെ തലയിലൂടെ കാർ കയറി ഇറങ്ങി. അവൻ സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർച്ചർ നേരെ ജസ്റ്റിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പൊ അവളുടെ കൈ മാത്രം ചെറിയ രീതിയിൽ മുറിഞ്ഞു. അങ്ങനെ അവൾ വെളിയിലേക്ക് വരുമ്പോൾ ആർച്ചർ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് ചോദിക്കും, അല്ല ഇയാളെ ഇതിനു മുന്നേ കാണുമ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മാർക്കസ്, ഇതിനു മുന്നേ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് എന്തുകൊണ്ടോ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴാണ് ആർച്ചർ പറയുന്നത്, ശരി അയാൾ ഓടിയ ആ ഒരു ഓട്ടോ ഇല്ലേ, അത് കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല തോന്നിയില്ല, എന്തു പറ്റി? കാണാതായിട്ടുള്ള എല്ലാ കുട്ടികളും അവൻ ഓടുന്ന അതേ ശൈലിയിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത്, കാരണം ഞാനും ഈ കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാപ്പ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയുന്നേ, എന്റെ മകൻ മാത്യു അതേപോലെ തന്നെ മറ്റൊരു കുട്ടി, ഇവർ രണ്ടുപേരും ഇതേ രീതിയിൽ ഒരേ സ്ഥലത്തേക്ക് ഓടുമ്പോൾ ദേ ഈ ഒരു സ്ഥലമാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് അവൻ അടയാളപ്പെടുത്തി ആ ഒരു സ്ഥലം കാണിക്കുമ്പോഴത്തേക്കാണ് ജസ്റ്റിൻ ഇത് കണ്ടിട്ട് പറയുന്നത്, ഏയ് ഈ സ്ഥലം എനിക്കറിയാം, ഇത് അലക്സിന്റെ വീടാണ്, ഇവിടെയാണ് അലക്സിന്റെ വീടുള്ളത് എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് കാണിക്കുന്നത് അലക്സിനെ പറ്റിയാണ്. ഇപ്പൊ അലക്സ് മറ്റുള്ള കുട്ടികളെ പോലെ തന്നെയാണ് ഒരു പാവം കുട്ടി, മറ്റാരോടും അധികം അങ്ങനെ സംസാരമോ കൂട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പയ്യൻ. എന്നത്തെയും പോലെ അവൻ ക്ലാസ് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ കൂടെ പഠിക്കുന്ന 1-2 കുട്ടികൾ അവനെ കളിയാക്കുകയും ഉപദ്രവിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ മറുപടിയൊന്നും പറയാതെ അവന്റെ അച്ഛനാണ് അവനെ കൂട്ടാനായിട്ട് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അലക്സ് വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇന്നെങ്ങനെയുണ്ടായിരുന്നു മോനെ സ്കൂള്? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട്, നിന്റെ അമ്മയുടെ സഹോദരി ഗ്ലാഡിസ്, അവൾക്ക് നല്ല അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിലുണ്ടാവും. സത്യം പറയാലോ, അച്ഛന് നിന്റെ അമ്മായിയെ ഒരുപാട് നാളായിട്ട് അറിയത്തില്ല, നിന്റെ അമ്മയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലക്സിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവര് അമ്മായി വരുന്നത് കൊണ്ട് തന്നെ വീടെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അലക്സിനോട് പറയും, നീ എന്തായാലും റൂമിലേക്ക് പോയി കിടന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. ഇപ്പൊ അന്ന് രാത്രി അലക്സ് വെളിയിൽ കാർ വരുന്നൊരു ശബ്ദം കേട്ട് അവൻ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അവന്റെ അമ്മായിയായിട്ടുള്ള ഗ്ലാഡിസിനെ ഇവരുള്ളിലേക്ക് കൊണ്ടുവരാണ്. അതുമല്ല, അലക്സിന്റെ അച്ഛനും അമ്മയും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ അലക്സിന്റെ അച്ഛൻ അവന്റെ ഭാര്യയോട് പറയുന്നത്, അവളെ കണ്ടുപിടിക്കുമ്പോൾ അവൾക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കിട്ടുമ്പോൾ അവിടേക്ക് മാറ്റാം എന്നല്ല ഇവർ രണ്ടുപേരും പറയുന്ന ആ ഒരു കാര്യം രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്ന നമ്മുടെ അലക്സ് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അലക്സിനെ കാണുമ്പോൾ അവർ പറയും, ഓക്കെ റെഡിയായിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവനോട് ബ്രഷ് എല്ലാം ചെയ്യാൻ പറയുമ്പോൾ അവൻ ബ്രഷ് എല്ലാം ചെയ്തിട്ട് അവന്റെ അമ്മായി കിടത്തിയിരിക്കുന്ന ഗ്ലാഡിസിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു മുറിയുണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് തുറന്നിങ്ങനെ നോക്കാണ്. പെട്ടെന്ന് ഗ്ലാഡിസ് അവനെ നോക്കുന്നതും ഇപ്പോൾ വയസ്സായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ കിടക്കുന്നത്. ഇത് കണ്ട അലക്സ് പെട്ടെന്ന് പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും എന്നത്തെ പോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അലക്സ് അവന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മായി ഇനി എല്ലാ കാലവും ഇവിടെ തന്നെ ജീവിക്കാൻ പോവാണോ? ഹേയ് അങ്ങനെയൊന്നും തോന്നില്ല, ഏകദേശം 1 മാസം അത്രേ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ അലക്സിനെ നേരെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നു. അങ്ങനെ ക്ലാസ്സിലേക്ക് ചെന്നിരുന്ന അന്നത്തെ ദിവസം നല്ലതുപോലെ തന്നെ പഠിത്തമെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അലക്സ് വൈകുന്നേരം ആകുമ്പോൾ അവന്റെ അച്ഛൻ കൂട്ടാനായിട്ട് വരുമെന്നും പറഞ്ഞിട്ട് വെളിയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അവന്റെ അച്ഛനാണല്ലോ എല്ലാ ദിവസവും വിളിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ അവൻ വെളിയിൽ കാത്തു നിന്നിട്ടും എത്ര നേരം നിന്നിട്ട് അവന്റെ അച്ഛൻ വരുന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും അലക്സ് വീട്ടിലേക്ക് നടന്നു പോകാമെന്ന് തീരുമാനിച്ച് അവൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന അവസാനം അവൻ വീട്ടിലേക്ക് വന്ന് ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ വീട് ആകെ ശാന്തമായിട്ട് കിടക്കുന്നു. അങ്ങനെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ അവന്റെ അച്ഛനും അമ്മയും ആ കസേരയിൽ ഇരിക്കുകയാണ്. അവിടേക്ക് ചെന്നിട്ട്, അച്ഛാ അമ്മ, നിങ്ങൾ എന്തെന്നെ വിളിക്കാൻ സ്കൂളിൽ വരാഞ്ഞേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അലക്സിന്റെ അച്ഛൻ പെട്ടെന്ന്, മോനെ ഇന്ന് എങ്ങനെ സ്കൂളുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലക്സിനൊന്നും മനസ്സിലാവുന്നില്ല, ഇവർ സാധാരണ രീതിയിലല്ല പെരുമാറുന്നത്. അപ്പോഴേക്കാണ് അവന്റെ അമ്മ ഈ ഡ്രസ്സെല്ലാം ചെയ്ത് തലയിലൊരു വെപ്പുമുടിയെല്ലാം വെച്ച്, ഹേ അലക്സ് ഇവിടേക്ക് വാ, നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അവർ രണ്ടുപേരും ഒക്കെയാണ്, ഇനി മുതൽ നിന്നെ ഞാൻ നോക്കും. സത്യം പറയല്ലേ, കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴത്തേക്കാണ് നിന്നെ ഞാൻ കണ്ടത്, പിന്നെ ഇപ്പോഴാണ് നല്ലതുപോലെ കാണുന്നത്. ഓക്കെ, എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബാ നമുക്ക് കഴിക്കാനായിട്ടിരിക്കാം എന്ന് പറയുമ്പോൾ അലക്സ് അടുത്തിരിക്കുന്ന വെള്ളം എടുത്ത് അവന്റെ അച്ഛന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ടും അവൻ പ്രതികരിക്കുന്നില്ല. അച്ഛാ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഗ്ലാഡിസ് ഇപ്പോൾ എഴുന്നേറ്റ്, എന്താ നീ കാണിച്ചേ, ഇന്ന് എന്തായാലും നിനക്ക് ഡിന്നർ ഇല്ല, ഇത് ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല, അതുകൊണ്ട് നിന്റെ മുറിയിലേക്ക് പോകാൻ പറഞ്ഞ് അലക്സിനെ അവന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയാതെ അലക്സ് റൂമിൽ കിടന്ന അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് വെളിയിലേക്ക് വരുമ്പോൾ ആ ഡൈനിങ് ടേബിളിലെടുത്ത് അലക്സിന്റെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഗ്ലാഡിസ് ഓടി ഇരിക്കുന്നു.
എന്നിട്ട് അലക്സിനോട് പറയും, അലക്സ് ഇവിടേക്ക് വാ, ആ ചെയറിൽ വന്നിരിക്കേ. ഓക്കെ, ഇന്ന് സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ നീ എനിക്ക് കുറച്ച് സത്യം ചെയ്തു തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ മാതാപിതാക്കൾ അവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അലക്സ്? അപ്പൊ അലക്സ് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ മന്ത്രവാദം ചെയ്യുന്ന ആ ഒരു കമ്പെടുത്ത് അവരുടെ കൈ എങ്ങനെ മുറിച്ച് അതിൽ രക്തം തേച്ചിട്ട് ഇവരുടെ രണ്ടുപേരുടെയും മുടിയെടുത്ത് അതിലേക്ക് ചുറ്റും. എന്നിട്ട് അവരെന്തോ ഒരു കാര്യം ചെയ്യുന്നതും പെട്ടെന്ന് രണ്ടുപേരും അലക്സിന്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്ന ഫോർക്കുണ്ടല്ലോ അതെടുത്ത് അവരുടെ മുഖത്തേക്ക് സ്വയം ഇങ്ങനെ കുത്തുകയാണ്. ഇത് ഒരുപാട് തവണ ചെയ്യുമ്പോഴത്തേക്ക് അലക്സ് പെട്ടെന്ന് നിർത്തുന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഇവർ ആ ഒരു വടിയെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും നിർത്തുന്നത്. അപ്പോൾ ഗ്ലാഡിസ് പറയും, ഇപ്പോൾ നീ ഇത് കണ്ടല്ലോ അലക്സ്, ഇതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കളെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയും. അവരെ പരസ്പരം തിന്നിക്കാൻ വരെ എന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തേ മതിയാവൂ. ഇവിടെ നടക്കുന്ന ഒരു കാര്യവും നിന്റെ സ്കൂളിലോ മറ്റാരോടോ നീ പറയരുത്. സത്യം ചെയ്ത് തരാൻ പറയുമ്പോൾ അലക്സ് അത് സത്യം ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞാണ് അലക്സ് പിന്നെ സ്കൂൾ ബസ്സിൽ പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അലക്സ് വീട്ടിലേക്ക് വരുന്നത് അവന്റെ അച്ഛനും അമ്മയും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. നേരെ മുകളിലേക്ക് ചെന്ന് ഗ്ലാഡിസിന്റെ റൂമിൽ നോക്കുമ്പോൾ ആ മുറിയിലുള്ള എല്ലാ കാര്യങ്ങളും വെളിയിലേക്ക് എടുത്തിട്ടേക്കുന്നു. അത് കഴിഞ്ഞ് അവർ ആ മുറിക്കകത്തിരുന്ന് എന്തോ മന്ത്രവാദം പോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അലക്സ് ചെല്ലുമ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് നിന്റെ അച്ഛനും അമ്മയ്ക്കും കഴിക്കാനായിട്ട് സൂപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതവർക്ക് കൊടുക്കാൻ പറയും. കാരണം അവർക്കിപ്പോൾ സ്വയം ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല, ജീവനുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അലക്സ് ആണ് അവർക്ക് ആഹാരമെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ അലക്സിന്റെ ഓരോ ദിവസവും ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. ഇപ്പൊ അവന്റെ അച്ഛനും അമ്മയെ നോക്കേണ്ട ആ ഒരു ചുമതല അലക്സിനാണ്. എന്ന് സ്കൂൾ കഴിഞ്ഞ് അവർക്കുള്ള ആഹാരവും വാങ്ങി വീട്ടിലേക്ക് പോവുക, ഇങ്ങനെയാണ് അവന്റെ ജീവിതം പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഗ്ലാഡിസിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരവിടെ കിടക്കുന്നു. എന്നിട്ട് നമ്മുടെ അലക്സിനെ അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് എനിക്ക് ഒട്ടും വയ്യാന്ന് പറയുമ്പോൾ അലക്സ് ചോദിക്കും, അല്ല നിങ്ങൾക്ക് വെള്ളം വേണോ, വെള്ളം കൊണ്ടുവരണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വെള്ളം കൊണ്ട് ഒരിക്കലും എന്നെ ഗുണപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. പിന്നെ എന്താ നിങ്ങളെ ഗുണപ്പെടുത്തുന്നേ? ഞാൻ വിചാരിച്ചത് നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഗുണപ്പെടുത്താൻ കഴിയുമെന്നാണ്, പക്ഷെ അതൊരിക്കലും കഴിയത്തില്ല. അതിനൊരു കാര്യം, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും. അപ്പൊ അലക്സ് ചോദിക്കും, ഞാൻ നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗുണപ്പെടുമോ? അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീട് വിട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഗ്ലാഡിസ് പറയും, അതെ, ഞാൻ ഗുണപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഈ വീട് വിട്ട് ഞാൻ പോവും എന്ന് പറയുമ്പോൾ അലക്സ് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളെ ഗുണപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ അതെൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഗുണപ്പെടുന്നേ? അതൊക്കെയുണ്ട്, അത് നിനക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഗുണപ്പെടും, പക്ഷേ ഈ കാര്യം വേറെ ആരും അറിയരുത് എന്ന് പറയുന്നതും അലക്സിന്റെ അച്ഛനും അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ എന്തായാലും ആ കാര്യം ചെയ്തേ മതിയാവൂ. അങ്ങനെ ഗ്ലാഡിസ് പറഞ്ഞതനുസരിച്ച് അലക്സ് നേരെ ക്ലാസ് മുറിയിലേക്ക് ചെന്ന് അവന്റെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികളും അവരുപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരും. ഇപ്പോൾ സ്റ്റിക്കർ, അവരുടെ പേരെഴുതിയ പേപ്പർ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ അലക്സിന് ഇതല്ലാതെ വേറെ വഴിയില്ല, കാരണം അവൻ്റെ അച്ഛനും അമ്മയാണ് അവനെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ജസ്റ്റിൻ ഇത് കാണുന്നുണ്ട്. പെട്ടെന്ന് അവൾ ചോദിക്കും, അല്ല അലക്സ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയില്ല, ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു 17 കുട്ടികളുടെയും പേരും വിവരങ്ങളും അവരുപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഗ്ലാഡിസിനെ ഏൽപ്പിക്കുന്നതും അവളിപ്പോൾ അതെല്ലാം കീറി രക്തം നിറച്ചൊരു പാത്രമുണ്ട് അതിലേക്ക് ഇട്ടിട്ട് അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അലക്സ് ചോദിക്കും, അല്ല ഇത് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗ്ലാഡിസ് പതിയെ എഴുന്നേറ്റ് വീടിലേക്ക് വന്ന ആ ഒരു ഡോറും തുറന്നിങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഗ്ലാഡിസ് ഇതുപോലെ ചെയ്തതുകൊണ്ടാണ് അലക്സിന്റെ ക്ലാസ്സിലെ 17 കുട്ടികളുണ്ടല്ലോ അവരെല്ലാവരും രാത്രി ആ സമയത്ത്, അതും 2:17 എന്ന് പറയുമ്പോൾ ഇവർ ആ ഒരു മന്ത്രവാദം കാര്യങ്ങളൊക്കെ ചെയ്ത ആ ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ എല്ലാ കുട്ടികളും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അതും അവരെല്ലാവരും ഓടി വരുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അലക്സിന്റെ ഈ വീട്ടിലേക്ക്. എന്നിട്ട് എല്ലാവരും വീടിനകത്തേക്ക് കയറി. ഇതെല്ലാം കാണുമ്പോൾ അലക്സ് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും ആ ഒരു ബേസ്മെന്റിലേക്ക് പോയി നിൽക്കുന്നു. അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും ഈ കുട്ടികളെയും ജീവനോടെ നിലനിർത്തണമല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത് അലക്സ് തന്നെയാണ്. ഗ്ലാഡിസ് ആണെങ്കിലോ ഈ കുട്ടികളെ വെച്ച് എന്തോ ഒരു മന്ത്രവാദം ചെയ്യുന്നുണ്ട്. എൻ്റെ ഉദ്ദേശത്തിൽ എന്തായാലും അവർക്കുള്ള എന്തോ ഒരു വലിയ അസുഖം അത് മാറ്റാൻ വേണ്ടി ഈ മന്ത്രവാദത്തിലൂടെ കുട്ടികളെ അവർ യൂസ് ചെയ്യുന്നു. അതായിരിക്കാം, ചിലപ്പോൾ ചെറുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ കാര്യമാണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്. അതിനുശേഷം അവർ അലക്സിന്റെ അച്ഛനെ അതേപോലെ തന്നെ അലക്സിനെ വിളിച്ച് നേരെ സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അലക്സിന്റെ അച്ഛൻ അവർ കൺട്രോൾ ചെയ്തതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ ആർക്കും ഒരു സംശയം തോന്നുന്നില്ല. അങ്ങനെ അലക്സിന്റെ ഓരോ ദിവസവും കടന്നു പോകുന്നു. അവൻ്റെ അച്ഛനും അമ്മയും എപ്പോഴാണ് ശരിയായിട്ട് വരുന്നത് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് അലക്സ് ഇപ്പോഴും ജീവിക്കുന്നത്. അങ്ങനെ എന്നത്തെ ദിവസം പോലെ തന്നെ അവൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ പോളിന്റെ ആ ഒരു പോലീസ് വണ്ടി വെളിയിൽ കിടക്കുന്നത്. ഇത് കണ്ട അലക്സ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ
പോളിനെയും അതേപോലെ തന്നെ ജെയിംസിനെയും ഗ്ലാഡിസ് കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കാണ്. മറ്റുള്ളവരെ എങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ. അങ്ങനെ അലക്സ് പതിയെ മുകളിലത്തെ റൂമിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഗ്ലാഡിസിന്റെ മുറിക്ക് വെളിയിൽ നിൽക്കുന്നു. അതുമല്ല അവിടെയാണെങ്കിലോ ഒരു ഉപ്പ് വിതറിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാഡിസ് അകത്തേക്ക് നടന്നു നിന്നിട്ട് അലക്സിനോട് പറയും ഒരിക്കലും ഈ ഉപ്പ് മറികടന്ന് ഉള്ളിലേക്ക് വരരുതെന്നും പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അലക്സ് തൻ്റെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ വെളിയിൽ വീണ്ടും ഒരു ശബ്ദം. അവൻ ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ആർച്ചറും ജസ്റ്റിനുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ വണ്ടി എന്തുകൊണ്ടാണ് വെളിയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കുറേ നേരം കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു വീടിൻ്റെ ഡോർ തുറന്ന് പോളെന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ വെളിയിലേക്ക് വന്നിട്ട് ഇവരെ കൈ കാട്ടി ഉള്ളിലേക്ക് വരാനായിട്ട് പറയും. സത്യത്തിൽ അയാളല്ല, ഗ്ലാഡിസ് തന്നെയാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. ഇതറിയാതെ ഇവർ രണ്ടുപേരും വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അലക്സ് ആണെങ്കിലോ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന ആ ഒരു മുറിയില്ലേ അതിനകത്തേക്ക് കയറാൻ വേണ്ടി അവിടേക്ക് നടന്ന് ചെല്ലുകയാണ്. ആ ഒരു ഉപ്പ് മറികടക്കരുതെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ അലക്സും മാർച്ചറും അവർ രണ്ടുപേരും അകത്തേക്ക് നടന്ന് ചെല്ലുന്നതും പോളും ജെയിംസും അവിടെ അനങ്ങാതെ നിൽക്കയില്ലേ. ഇവർക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർ രണ്ടുപേരും വന്ന് ഇവർ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ പോളാണെങ്കിലോ ജസ്റ്റിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവൾ എത്ര വിടാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റിനെയും മാർച്ചറിനെയും കൊല്ലാണ്ട് ശ്രമിക്കുന്നു. അവരിവിടെ രക്ഷപ്പെടാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരവസരത്തിൽ നമ്മുടെ ജസ്റ്റിൻ പോളിന്റെ മുഖത്തേക്ക് ഈ വെജിറ്റബിൾസിന്റെ സ്കിന്ന് ഉരിഞ്ഞെടുക്കുമല്ലോ, അത് വെച്ചിട്ട് അവന്റെ മുഖത്തെ ആ ഒരു സ്കിന്ന് വലിച്ച് കീറുന്നുണ്ടെങ്കിലും അവനൊന്നും സംഭവിക്കുന്നില്ല. കാരണം അവനൊരിക്കലും നോർമലായിട്ടുള്ള അവസ്ഥയിലല്ല. അപ്പോഴേക്കും നമ്മുടെ ആർച്ചർ ജെയിംസ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ ഇടിച്ച് അവന്റെ ബോധം പോവും. അത് കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ജെയിംസ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ എഴുന്നേറ്റ് ആർച്ചറിനെ തള്ളി അടുത്തുള്ള ആ ഒരു ഡോർ തുറന്ന് ഉള്ളിലേക്ക് വന്ന് വീഴുന്നതും അവന്റെ കഴുത്ത് പിടിച്ചിങ്ങനെ ഞെരിക്കുമ്പോഴത്തേക്കാണ് ആർച്ചർ കാണുന്നത് എല്ലാ കുട്ടികളും താഴെ തന്നെയുണ്ട്. ഇതുകൂടി കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജസ്റ്റിൻ ഉണ്ടല്ലോ അവള് പുറകിലൂടെ വന്ന് പോളിന്റെ ആ ഒരു തോക്ക് ഉപയോഗിച്ച് ജെയിംസിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലുന്നു. ഇവിടെ അലക്സ് അവന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഉപ്പ് കടന്ന് പോരുതെന്നല്ലേ പറഞ്ഞ് അവൻ അതിന്റെ അടുത്തേക്ക് കാല് വെക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും അലക്സിനെ കൊല്ലാൻ വേണ്ടി അവന്റെ പുറകെ വരുന്നു. അവനാണെങ്കിലോ പേടിച്ചോടി അവന്റെ റൂമിനടുത്തേക്ക് ചെന്ന് ആ ഡോറങ്ങ് അടയ്ക്കുന്നുണ്ടെങ്കിലും അവർ ഡോർ ഇടിച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ അലക്സ് അവിടെ നിന്ന് വീണ്ടും ഓടി മറ്റൊരു മുറിക്കകത്ത് കയറി ഡോർ അടയ്ക്കും. അപ്പോഴും അവർ പുറകെ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് അത് ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വീണ്ടും അടുത്തൊരു മുറിയിലേക്ക് വന്ന് അവസാനം അലക്സ് ഗ്ലാഡിസ് ഉള്ള ആ ഒരു മുറി ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവരെ അവിടെ കാണുന്നില്ല. അതേസമയം ഇവിടെ താഴെ നമ്മുടെ ആർച്ചറും ജസ്റ്റിനും ഈ കുട്ടികളുള്ള ബേസ്മെന്റിലേക്ക് ഇറങ്ങി വന്ന് ആർച്ചർ ഇപ്പോൾ തന്റെ മകനായിട്ടുള്ള മാത്യുവിനെ അന്വേഷിക്കുകയാണ്. ഓരോ കുട്ടികളെയും പിടിച്ചു മാറ്റി ഹേ മാത്യു ഇത് നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നോക്കി നോക്കി അവസാനം അവൻ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഗ്ലാഡിസ് അവിടെ നിന്ന് ആ കുട്ടികളെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇവനെ കാണുന്നത് ഇവന്റെ മാലയുണ്ടല്ലോ അത് വലിച്ചു പൊട്ടിച്ച് ഇവനെയും കൺട്രോളിലാക്കുന്നു. ഇവിടെ അലക്സ് ആണെങ്കിലോ അവന്റെ അച്ഛനും അമ്മയും അകത്തേക്ക് കയറി വരാൻ ശ്രമിക്കുമ്പോൾ ഗ്ലാഡിസ് ഉപയോഗിക്കുന്ന ആ ഒരു മുള്ളുള്ള കമ്പില്ലേ അത് അവർ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു മരമുണ്ട്, അതിൽ നിന്നാണ് എടുക്കുന്നത്. അതും അതേപോലെ തന്നെ അവരുടെ തലമുടിയുണ്ട്, വെപ്പുമുടി. ആ ഒരു മുടിയും എടുത്ത് അവൻ അടുത്തുള്ള ആ ഒരു റൂമിനകത്തേക്ക് കയറി ഡോറങ്ങ് അടയ്ക്കും. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും വെളിയിൽ വന്ന് ഈ ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴാണെങ്കിലോ ആർച്ചർ അവരുടെ കൺട്രോളിലായി. അതുകൊണ്ട് തന്നെ ജസ്റ്റിന് ഈ ഒരു കാര്യമൊന്നും അറിയാതെ പോളെന്ന് പറഞ്ഞാൽ ആ ഒരു പോലീസുകാരനെ അവൾ ഷൂട്ട് ചെയ്ത് കൊന്നിരുന്നു. അവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പിറകെ വന്ന് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കും. എന്നിട്ട് അവളുടെ മുന്നിലേക്ക് ഗ്ലാഡീസ് വന്നിട്ട് ഇതാണ് ആ വഴി എന്നും പറഞ്ഞ് അവളെ കൊല്ലുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നതും മുകളിൽ നമ്മുടെ ആലക്സ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് പോലെ തന്നെ ആ കമ്പിൽ അവൻ്റെ കൈവിരൽ മുറിച്ചിട്ട് അതിലേക്ക് രക്തം നല്ലതുപോലെ തേക്കും. എന്നിട്ട് ആ ഒരു വെപ്പുമുടിയിൽ അവരുടെ മുടിയുണ്ടല്ലോ ആ മുടി അങ്ങനെ എടുത്ത് ആ ഒരു കമ്പിൽ നല്ലതുപോലെ തന്നെ ചുറ്റി അവസാനം ആ കമ്പ് പിടിച്ചിങ്ങനെ ഒടിക്കുന്നതും ഗ്ലാഡിസിന് കാര്യം മനസ്സിലായി അവൻ ആ ഒരു കാര്യം ചെയ്തു എന്ന്. ഇതുകൂടി ആവുന്നത് അവര് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഓടുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ബേസ്മെന്റിലുള്ള എല്ലാ കുട്ടികളും ഇപ്പൊ അവരുടെ പിറകെ പോകുന്നു. ഈ ബേസ്മെന്റിലുള്ള എല്ലാ കുട്ടികളും അലറി വിളിച്ച് വീടിന് വെളിയിലേക്ക് ഓടുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഗ്ലാഡിസിന്റെ പുറകെ തന്നെ അവരെല്ലാവരും ഓടുന്നുണ്ട്. ഗ്ലാഡിസ് ജീവനെ കൊണ്ട് ഓടുകയാണ്. കാരണം നമ്മുടെ അലക്സ് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഗ്ലാഡിസിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവരിപ്പോൾ ഓരോ വീടുകളുടെ ഉള്ളിലൂടെ കയറിയാണ് ഓടുന്നത്, കാരണം ഈ കുട്ടികൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുട്ടികളാണെങ്കിലോ ജനാലയെല്ലാം തകർത്ത് അവരുടെ പിറകെ തന്നെ വരുന്നുണ്ട്. കാരണം അവർ ആ ഒരു കൺട്രോളിലായി കഴിഞ്ഞാൽ അവരുടെ മുന്നിലുള്ള ഒന്നും അവർക്ക് ഒരു തടസ്സമല്ല. അങ്ങനെ ഓടി ഓടി അവസാനം നമ്മുടെ ഗ്ലാഡിസിന് ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അവളിപ്പോൾ ഓടി അവസാനം ഒരിടത്തേക്ക് വന്ന് വീഴുമ്പോൾ ഈ കുട്ടികളെല്ലാവരും വന്ന് അവളെ അങ്ങ് മൂടും. എന്നിട്ട് അവളുടെ കൈയും കാലും വായും എല്ലാം വലിച്ചങ്ങ് കീറാണ്.
സത്യം പറഞ്ഞാൽ ഈ ഒരു സീനൊന്നും എനിക്ക് കാണിച്ചു തരാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളൊരു സീനാണ്. ഇവിടെ നമ്മുടെ ജസ്റ്റിൻ മരിക്കാറായിട്ടുള്ള അവസ്ഥ. അലക്സിന്റെ മുറിയിലാണെങ്കിൽ അവന്റെ അമ്മ ആ ഡോറ് പൊളിച്ച് ഉള്ളിലേക്ക് തലയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവസാനം നമ്മുടെ ഗ്ലാഡിസിനെ ഈ കുട്ടികൾ കൊല്ലുന്നതും ഇവരെല്ലാവരും ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് മാറി. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. നമ്മുടെ ആർച്ചറും പഴയ അവസ്ഥയിലായിട്ട് അവൻ ഈ ഒരു കുട്ടികൾ പോയ വഴിയുണ്ടല്ലോ അതിലിങ്ങനെ പോവാണ്. ഓരോ വീടും കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നു. ഇവിടെ നമ്മുടെ ജസ്റ്റിൻ വീടിനകത്ത് നോക്കുമ്പോൾ അലക്സിന്റെ അച്ഛനും അമ്മയും പഴയ അവസ്ഥയിലായിട്ടുണ്ട്. അവർക്കും കുഴപ്പമില്ല. അങ്ങനെ അവസാനം നമ്മുടെ ആർച്ചർ ഈ കുട്ടികളുള്ള ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവരെ വലിച്ചീറിക്കൊന്ന് ആ കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഓടി വന്നിട്ട് തന്റെ മകനായിട്ടുള്ള മാത്യുവിനെ എടുത്ത് ആർച്ചർ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ ഇവിടെ ഈ ഒരു കഥ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ അലക്സ് തന്റെ അച്ഛനും അമ്മയായിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് താമസം മാറി. ഇപ്പോഴും അവർ പഴയ അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അവർക്ക് ആഹാരം കൊടുക്കുന്നതും അവരെ നോക്കുന്നതും എല്ലാം അലക്സ് തന്നെയാണ്, അവന്റെ മറ്റൊരു അമ്മായിയോടൊപ്പം. കാണാതായിട്ടുള്ള എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കളുമായിട്ട് വീണ്ടും ഒരുമിച്ച് ചേർന്നു. അതിൽ പകുതി കുട്ടികളും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അതോടെ എല്ലാം പഴയ അവസ്ഥയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഗ്ലാഡിസ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി എന്തായാലും മന്ത്രവാദത്തിലൂടെ അവരുടെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു മാരകമായിട്ടുള്ള അസുഖം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതുപോലുള്ള കാര്യം ചെയ്തത്. എന്തായാലും മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.